തന്നെ കടന്നു വന്നത് ഈ ജെൻസി ജെൻസി എന്ന് പറയുന്ന ഒരു ഞാൻ ജെൻസി എന്ന് പറയുമ്പോൾ ഇതിന് വളരെ ഒരു ആർബിട്രറി ആയിട്ടുള്ള വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു മീനിങ്ങേ ഉള്ളൂ. നമ്മൾ ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോൾ മില്ലിനിയൽസ്, ജെൻസി, ജെൻ ആൽഫ എന്നൊക്കെ പറഞ്ഞ് ജനറേഷൻസിനെ ഡിവൈഡ് ചെയ്യുമെങ്കിലും ഇതിന്റെ ഇതിന് വളരെ നേർത്ത വ്യത്യാസമേ ഉള്ളൂ ഈ വിഭജനങ്ങൾ തമ്മിൽ. നമ്മൾ പൊതുവായിട്ട് ഇതിനെ നമ്മുടെ യുവതലമുറ എന്നങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്പിക് പ്രസന്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാൻ പോയി ഗൂഗിളിലൊക്കെ ഒരു സെർച്ച് നടത്തി നോക്കി. അപ്പം ഈ സൈക്കോളജി ഓഫ് ജെൻസി എന്നുള്ളതിൻ്റെ ഉള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഗൂഗിൾ സെർച്ച് നടത്തി നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മുടെ ഒരു വെസ്റ്റേൺ ഡേറ്റാബേസിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ. ആ ഒരു സോഷ്യോ കൾച്ചറൽ ഡിഫറൻസ് വളരെയധികം ഇതിൻ്റെ നമ്മുടെ ഈ പുതിയ തലമുറയെ ബാധിക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ എന്നുള്ള രീതിയിൽ ഇവരെ സമീപിക്കുമ്പോൾ വളരെ വലിയ ഒരു കമ്പാഷനോടുകൂടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പല ആൾക്കാരും വളരെ ക്രിട്ടിക്കലായിട്ട് നോക്കുമ്പോൾ ഈ ഒരു തലമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ചെയ്യുന്ന ചെയ്തികളെ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. റിലേഷൻഷിപ്പ് ഇഷ്യൂസ്, ഡ്രഗ് അബ്യൂസ്, അതുപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മൾ അവരുടേതായിട്ടുള്ള ഓരോ മാലഡാപ്റ്റീവ് ബിഹേവിയറിനും നമ്മൾ നോക്കുമ്പോൾ അവര് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രോഡക്റ്റാണ്. അപ്പൊ 1990-കൾക്ക് ശേഷം ഉണ്ടായ ഒരു തലമുറ എന്നൊന്ന് നമ്മൾ പൊതുവെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന കാര്യം ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള സോഷ്യോ പൊളിറ്റിക്കൽ ചേഞ്ചും അതുപോലെ തന്നെ ടെക്നോളജിക്കലായിട്ടുള്ള വിവര സാങ്കേതിക വിദ്യയുടെ, ഇന്റർനെറ്റിന്റെ, അതേപോലെയുള്ള മറ്റ് വ്യാപനത്തിന്റെ കാലഘട്ടത്തിൽ ജനിക്കുകയും വളരുകയും ചെയ്ത ഒരു തലമുറ എന്നുള്ള ഒരു കാര്യമാണ്. നമ്മുടെ അറിയാം, കഴിഞ്ഞ ഒരു തലമുറ കുറച്ചുകൂടെ കുറച്ച് ഈ ഇത്രയും അന്ന് ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് യാഗപ്പാട് ആകാശവാണിയോ അതുപോലെ തന്നെ ദൂരദർശനൊക്കെ തന്നെ അന്നൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. വളരെ കുറച്ച് മാധ്യമങ്ങളേ ഉള്ളൂ. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് വളരെ ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും അതേപോലെ ബാക്കിയുള്ള ഇതില് ChatGPT, അതേപോലെയുള്ള ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ഇതിനൊക്കെ ഇമേഴ്സ്ഡ് ആയി പോയിട്ടുള്ള ഒരു വലിയൊരു വിഭാഗം ആൾക്കാരുണ്ട്. അപ്പം അത് അവരുടെ സ്വഭാവത്തെയും സ്വഭാവ രൂപീകരണത്തെയും ഒക്കെ വളരെയധികം ബാധിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അതില് ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു മാറ്റം നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലും ഉണ്ടായ മാറ്റങ്ങൾ പൊതുവെ എൻ്റെ ഒരു കാഴ്ചപ്പാടില് വളരെയധികം ഒരു കുട്ടികളുടെ ഡെവലപ്മെന്റിനെ, ഒരു ഡെവലപ്മെന്റൽ പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കുമ്പോൾ ഇവരുടെ ഡെവലപ്മെന്റിനെ ബാധിച്ചു. നമുക്ക് അറിയാം, ഇന്ന് ഒരു വ്യക്തിയുടേതായിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള വികസനം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ള വികസനം, മാനസികമായിട്ടുള്ള വികസനം, വൈകാരികമായിട്ടുള്ള വികസനം, അതുപോലെ തന്നെ സാമൂഹ്യം, സോഷ്യലായിട്ടുള്ള ഡെവലപ്മെന്റ്, സ്പിരിച്വൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു വ്യക്തിയുടെ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വികസനം സാധ്യമാകുക. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരുടെ പലപ്പോഴും നമ്മൾ വിദ്യാഭ്യാസത്തിന് അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മാർക്കുകൾക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. അതുപോലെ ശാരീരിക ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ ഈ കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള വികസനത്തിനും സാമൂഹ്യമായിട്ടുള്ള വികസനത്തിനും വളരെ വളരെ തുച്ഛമായിട്ടുള്ള പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആ പ്രാധാന്യം മനഃപൂർവ്വം കൊടുക്കാതിരിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നില്ല.
അപ്പൊ അങ്ങനെ നമ്മുടെ കുടുംബ ബന്ധങ്ങളും അതേപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളും ഒക്കെ മാറിയിരിക്കുന്നു. അപ്പൊ അതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മുടെ ഇന്നുണ്ടായ ആനുകാലികമായിട്ടുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ടായത്. പിന്നെ നേരത്തെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഈ ഒരു തലമുറയുടെ ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ സാമൂഹ്യമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലോബലൈസേഷന്റെ അല്ലെങ്കിൽ ഒരു എക്കണോമിക് റിഫോംസിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ആഗോളവത്കരണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു തുറന്ന വാതിലാകുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങളുടേതായിട്ടുള്ള ഒരു കടന്നുകയറ്റം, അതിന്റെ സ്വാധീനം എല്ലാവരുടെയും മനസ്സിൽ എല്ലാവരെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ വലിയതായിട്ടുള്ള സ്വാധീനം നമ്മുടെ ഒരു മാർക്കറ്റ് ഓറിയന്റഡ് എക്കോണമി, ഉപഭോഗങ്ങളും അത് ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രലോഭനങ്ങളിലും പെടുന്ന വലിയൊരു ഒരു സ്വാധീനം ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഈ സൈബർ വേൾഡും മനുഷ്യന്റെ മനസ്സും. ഇന്ന് തന്നെ നമുക്കറിയാം സൈബർ സൈക്കോളജി എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വിഭാഗം തന്നെ, സൈബർ സൈക്കോളജിയും സൈബർ സൈക്യാട്രിയും ഒക്കെ ഇവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാര്യം, നമ്മുടെ മനുഷ്യ മനസ്സ് എപ്പോഴും സൈബർ വേൾഡുമായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഇതിനെ നമുക്കറിയാം വിർച്വൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളുമായിട്ടാണ്, യഥാർത്ഥമായ കാര്യങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും ആ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ന്യൂറോ ബയോളജിക്കലായിട്ട് തന്നെ ഒത്തിരി മാറ്റങ്ങൾ മനുഷ്യന്റെ സ്വഭാവത്തിൽ ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. ന്യൂറോണൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിരന്തരമായിട്ട് ഈ വിഷ്വൽസും അതേപോലെയുള്ള ആ ഇൻപുട്സും നമ്മുടെ ബ്രെയിനിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ തന്നെ വലിയ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ മാറുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് തന്നെ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന പഴയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള പല രീതികൾ, പുതിയ കഴിവുകൾ അവർ അക്വയർ ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന തലമുറയ്ക്കുണ്ടായിരുന്ന പല കഴിവുകളും ഇല്ലാതാകി തീരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ എന്താണ് ഈ മെമ്മറിയിലുള്ള കാര്യം. നമ്മൾ ഒരു കാര്യം മാത്രം നമുക്ക് വളരെ പ്രായോഗികമായിട്ട് നോക്കി അറിയാം. നമുക്ക് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ വളരെയധികം നമ്പറുകൾ നമ്മൾ ഓർത്തിരുന്നു. ഇപ്പം മൊബൈലിലും അതേപോലുള്ള നമുക്ക് ഈ നമ്പറുകൾ സേവ് ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യം വന്നതോടുകൂടി പലപ്പോഴും നമ്മുടെ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആൾക്കാരുടെ നമ്പർ പോലും നമ്മൾ ഓർത്തിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഓർത്തിരുന്നാൽ തന്നെ അത് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ നിൽക്കാറില്ല. രണ്ടാമതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും പണ്ട് മനക്കണക്ക് കൂട്ടിയിരുന്ന, ഇന്ന് ഗൂഗിൾ കാൽക്കുലേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ എല്ലാ വിവരങ്ങളും നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഗൂഗിളിൽ കിട്ടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ഓർമ്മ, നമ്മുടെ ഒരു മെമ്മറിയുടെ ഒരു ആവശ്യം തന്നെ വളരെ കുറഞ്ഞു വരുന്നു. അപ്പൊ ഷോർട്ട് ടൈം ഇതൊക്കെ വളരെ നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള പണ്ട് മുതലുള്ള പഴയ തലമുറയെ അപേക്ഷിച്ചിട്ടുള്ള പല പല കാര്യങ്ങളും നമുക്ക് നഷ്ടപ്പെടുകയും പുതിയ തരത്തിലുള്ള ഇപ്പൊ വിഷ്വൽ ഇപ്പം ചെറിയ കുട്ടികൾ തന്നെ പുതിയ വളർന്നു വരുന്ന ചെറിയ കുട്ടികൾ തന്നെ ഇപ്പൊ ഇലക്ട്രോണിക് ആയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പഠിക്കുകയും അതിനകത്തെ പല പല ടെക്നിക്കുകളും ഉപയോഗിക്കാൻ വളരെ എളുപ്പം തന്നെ പ്രാപ്തരാകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേസമയം പഴയ തലമുറയ്ക്ക് വളരെ കുറച്ചുകൂടെ സ്ട്രെയിൻ ചെയ്തിട്ട് കാണാം. അപ്പം പഴയതായിട്ടുള്ള പല കഴിവുകളും നഷ്ടപ്പെടുകയും പുതിയതായിട്ടുള്ള പല കാര്യങ്ങളും ആർജിക്കുകയും ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പൊ അവിടെ ഞാൻ ഒരു മനോരോഗ വിദഗ്ധൻ എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ സമീപിക്കുമ്പോൾ ഞങ്ങൾ കൂടുതലും കാണുന്നത് ഇതിന്റെ നെഗറ്റീവായിട്ടുള്ള ഒരു സൈഡാണ്. അപ്പൊ അവിടെ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിട്ടുള്ള ഈ സൈബർ സ്പേസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് മാറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ മനസ്സ്, അതുകൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള പല കോഗ്നിറ്റീവ് ലെവലിലും ഇമോഷണൽ ലെവലിലും ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇതായിട്ടുള്ള വ്യാവഹാരിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം, ഇതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ക്ലിനിക്കൽ ഒരു ഫീൽഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ, കുട്ടികളുടേതായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഫാമിലി റിലേഷൻഷിപ്സ് എങ്ങനെയാണ് ഈ ആധുനിക കാലത്ത് മാറിപ്പോയത്. അത് ഇപ്പൊ അടുത്ത ഒരു ചിൽഡ്രൻസ് മെന്റൽ ഹെൽത്ത് ഡേയിൽ, അപ്പൊ അതിന്റെ ഒരു പ്രധാന ഒരു സ്ലോഗൻ തന്നെ
ഡിസ്കണക്ട് ടു റീകണക്ട് എന്നുള്ളതാണ്. നമ്മൾ ഡിസ്കണക്ട് ടു റീകണക്ട് എന്നുള്ളതാണ്. അപ്പൊ ഡിസ്കണക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കുട്ടികൾ നിരന്തരം ഈ ഇന്റർനെറ്റ്, മൊബൈൽ, സോഷ്യൽ മീഡിയ ഇതുമിൽ വ്യാപരിച്ചിരിക്കുന്നു. അതുപോലെ അച്ഛനമ്മമാരും അതേപോലെ തന്നെ. ഒന്നുകിൽ അമ്മമാര് ചിലപ്പം ടി വി സീരിയലായിരിക്കും, അച്ഛന്മാരാണെങ്കിൽ അതേപോലെ തന്നെ മൊബൈലിലോ മറ്റുള്ള കാര്യങ്ങളിലും ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫാമിലിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനും കൂട്ടായ്മയും ഒരു ഫാമിലി കോഹേഷനും പരസ്പരമുള്ള ഒരു ഇന്ററാക്ട് ചെയ്യാനുള്ള ആ ഒരു ഇതൊക്കെ വളരെ കുറഞ്ഞ് എല്ലാം ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പലപ്പോഴും ഇത് കുടുംബ ബന്ധങ്ങളിൽ മാത്രമല്ല, കുടുംബ ബന്ധങ്ങളിൽ വളരെ വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലാണ് ഒന്ന് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് പറയുമ്പം നമ്മൾ ഈ കുട്ടികളുടെ യങ്ങർ ജനറേഷനിൽ മാത്രമല്ല ഇതുള്ളത്. നമുക്കിപ്പോൾ ഒരു ജെൻസി എന്ന് പറയുമ്പോൾ അവരെ ബ്ലെയിം ചെയ്യുമ്പോൾ ഇപ്പൊ ഞങ്ങൾ വരുന്ന ഒരു കാര്യങ്ങളെ ഇത് ഇപ്പോഴുണ്ടാകുന്ന റിലേഷൻഷിപ്പിലുള്ള ഫാമിലി പ്രോബ്ലംസ് എടുക്കുമ്പോൾ എത്ര ഈ മൊബൈൽ ഫോണിന്റെ ഇന്റർനെറ്റിന്റെയും ഉപയോഗം കൊണ്ടുണ്ടാകുന്നതായിട്ടുള്ള എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്, അതുകൊണ്ടുണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ച, പ്രശ്നം. അപ്പൊ അതിനൊന്നും ഏജ് ഗ്രൂപ്പ് ഒന്നും ഒരു ബാധകമേ അല്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് 1-2 കേസുകൾ വന്നത് 60s ഉള്ള 67 വയസ്സുള്ള ആള്, 64 വയസ്സുള്ള ഇത് പലപ്പോഴും നമ്മൾ പറയും നല്ല കൂട്ടായ്മകൾ എപ്പോഴും നമ്മൾ പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ആ കൂട്ടായ്മകളെ നമ്മൾ സ്വീകരിക്കുമ്പോഴും ഉള്ള കാര്യം ഈ അലൂമിനി ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞിട്ട് പഴയ കോളേജ്, അതുപോലെ സ്കൂൾ തലം മുതലൊക്കെ അലൂമിനി ഗ്രൂപ്പ്സ് ഉണ്ട്. അലൂമിനി ഗ്രൂപ്പ്സിൽ വരുമ്പോൾ ഉള്ള കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു പണ്ട് കോളേജിൽ പ്രേമിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ അവർ ഏകരായിരിക്കുന്നവരായിരിക്കും. വീണ്ടും ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അങ്ങനെ ഉള്ള വിവാഹേതര ബന്ധങ്ങൾ പലപ്പോഴും കുടുംബ ബന്ധങ്ങളെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഞാൻ പറയുന്നത് ഇത് ഈ കുട്ടികളെ നമ്മൾ മാത്രം ഒരു തലമുറയുടെ മാത്രം പ്രശ്നമല്ല. ഇത് ഈ പഴയ തലമുറയിൽ 60 കഴിഞ്ഞവരും മധ്യവയസ്കരും ചെറുപ്പക്കാരും കൗമാരക്കാരും മുതൽ എല്ലാ ഗ്രൂപ്പുകളിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോഴും പലപ്പോഴും നമ്മുടെ ഒരു മീഡിയ അറ്റൻഷനൊക്കെ കിട്ടുന്നത് പലപ്പോഴും ഈ ചെറിയ കുട്ടികളുടേതായിട്ടുള്ള പ്രശ്നത്തിൽ മാത്രമാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷെ അങ്ങനെയല്ല. എല്ലാ കാര്യങ്ങളും ഇപ്പം 10, 50, 40 ഒക്കെ വയസ്സിലുള്ള ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള കാര്യങ്ങളിലും കൂടെ ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ ഞാൻ കണ്ട കേസുകളെല്ലാം തന്നെ ഇതേപോലെയുള്ള പ്രശ്നം പ്രായമുള്ള ആൾക്കാരാണ്. കുട്ടികളുടെ പ്രശ്നമുണ്ട്, അതോടൊപ്പം തന്നെ പ്രായമുള്ളവരുണ്ട്. അപ്പം കുട്ടികളുടെ പ്രശ്നം വരുമ്പോൾ ഇതിനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും മറ്റവരൊക്കെ പ്രായമുള്ളവർ കുറേ ജീവിതം മുന്നോട്ട് പോയവരാണ്. പക്ഷെ ചെറുപ്പക്കാരുടെ പ്രശ്നം വരുമ്പോൾ ഉള്ള കാര്യം ഇതിനകത്ത് പലപ്പോഴും വളരെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ വളരെ വൈകാരികമായിട്ടുള്ള ലെവലിൽ മാറി പലപ്പോൾ ആത്മഹത്യയോ അതുപോലെ തന്നെ കൊലപാതകത്തിലേക്കൊക്കെ മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പുതിയ സാമൂഹ്യ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു അഹങ്കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് എന്ന് പറയാം. നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം യൂറോപ്പിലുണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമാണ് ഈ നമ്മളെ ഓരോ ഇൻഡിവിജ്വലിസം എന്ന് പറയുന്ന കാര്യം നമ്മുടെ ഒരു വ്യക്തിയിലേക്ക് തന്നെ ചുരുങ്ങുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ നമ്മൾ വളരെ ഓട്ടോമേഷൻ ആൻഡ് എലിനേഷൻ, വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു തൊഴിലുമായിട്ടോ അല്ലെങ്കിൽ വർക്കുമായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട് വളരെ മൊണോട്ടണസ് ആയിട്ടുള്ള ഒരു ജീവിത പ്രക്രിയയിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥ. അപ്പൊ ഇന്ന് നമ്മൾ കാണുന്ന ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വളരെയധികം കൂടി വരുന്നു. അപ്പൊ അവിടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത് ചെയ്യുന്ന പലപ്പോഴും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് വെച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങളൊക്കെ തന്നെ പലപ്പോഴും ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിലല്ല പോകുന്നത്. നമുക്കറിയാം ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ എത്രയോ കാമുകിമാരെ കൊലപ്പെടുത്തുകയും അതുപോലെ കാമുകന്മാരെ വിഷം കൊടുത്ത് കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒത്തിരി കേസുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബ ബന്ധങ്ങൾ അങ്ങോട്ട് ഒത്തിരി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഒക്കെ ഒരു വലിയൊരു പ്രശ്നം വെച്ചാൽ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയെ അമിതമായിട്ട് ആശ്രയിക്കുന്ന ആൾക്കാരുടെ പേഴ്സണാലിറ്റി സ്ട്രക്ചർ തന്നെ പലപ്പോഴും വ്യത്യസ്തമാണെന്നുള്ളതാണ് പഠനങ്ങൾ സ്വീകരിക്കുന്നത്. പലപ്പോഴും നേരിട്ടുള്ള ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ
അതിൽ ഇല്ലാതെ ഒരുതരം സോഷ്യൽ ആങ്സൈറ്റിയും ഇൻസെക്യൂരിറ്റി ഉള്ള ആൾക്കാരൊക്കെയാണ് കൂടുതൽ പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ട് ഇന്ററാക്ട് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ള പഠനങ്ങളാണ്. സോഷ്യൽ ആങ്സൈറ്റി ഉള്ളവർക്കിപ്പം നേരിട്ട് കണ്ട് മുഖത്തോട് മുഖം നോക്കി രണ്ട് വർത്തമാനം പറയാൻ കഴിവില്ലാത്ത ആൾക്കാർ സൈബർ സ്പേസിലൂടെ പലപ്പോഴും സൈബർ ബുള്ളിയിങ്ങും അതേപോലെയുള്ള രീതികളിലേക്ക് മാറുന്നതായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വളരെയധികം കൂടി വരുന്നു. അത് ചെറുപ്പക്കാരുടെ ഇടയിൽ മാത്രമല്ല, വിവാഹ ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മുടെ കുടുംബം എന്ന് പറയുന്നൊരു സ്ഥാപനം തന്നെ ഭാവിയിൽ നിലനിൽക്കുമെന്ന ആശങ്ക ഉണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ അതിന് ക്വസ്റ്റ്യനബിൾ ആക്കുന്ന ഒരു രീതിയിലാണ് പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതേപോലെ ഈ റിലേഷൻഷിപ്പിൽ ഒന്ന് ഞാൻ ആദ്യം പറയുന്നത്, ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൻ്റെതായിട്ടുള്ള ഇഷ്യൂ വരുന്നത് പലപ്പോഴും ഇവർക്ക് ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന ഒരാള് മറ്റൊരു ആളുമായിട്ട് ലിങ്ക് ചെയ്യപ്പെടുമ്പം അവർക്കുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു സ്നേഹബന്ധമല്ല, വളരെ ഹൈലി പൊസസീവായിട്ടും വളരെ പൊസസീവായിട്ടുള്ള കാര്യം വെച്ചാൽ അവരുടെ വൈകാരിക ഊർജം മുതൽ ഇപ്പം വീട്ടിലാരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പേരൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, സുഹൃത്തുക്കളുമായിട്ട് അധികം കമ്മ്യൂണിക്കേഷൻ ഇല്ല, പക്ഷെ ഒരു പർട്ടിക്കുലർ വ്യക്തിയിൽ മാത്രം അങ്ങോട്ട് ഫോക്കസ് ചെയ്യുകയും നമ്മുടെ വൈകാരിക ഊർജം മുതൽ ഒരു ആളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. എന്നുവെച്ചാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കാത്തക്സിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. അതാണ് എവിടെയാണ് നമ്മുടെ ആ ഒരു വൈകാരിക ഊർജം കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത്, അതാണ് ഒരു കാത്തക്സിസ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിന്റെ അടിസ്ഥാനം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഉള്ള കാര്യം, എന്തെങ്കിലും ആ ബന്ധത്തിൽ ഒരു പാളിച്ച ഉണ്ടാകുകയോ, ഇപ്പൊ നമ്മുടെ പ്രണയിക്കുന്ന ആൾ അതിൽ നിന്ന് മാറിപ്പോകുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും വളരെ തീവ്രമായിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരിക്കും ഈ പാർട്ട്നേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഫലമായിട്ടാണ് പലപ്പോഴും ഈ ഇതേപോലെയുള്ള അക്രമം എന്നുവെച്ചാൽ വളരെ ആ പാഷൻ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ട്രയാങ്കുലർ തിയറി ഓഫ് ലവ്, സ്റ്റേഡിന്റെ ട്രയാങ്കുലർ തിയറി ഓഫ് ലവ് ആണെങ്കിൽ ഇന്റിമസി, പാഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ്. ഇത് പലപ്പോഴും ഇന്റിമസിയും പാഷനും മാത്രമേ ഉണ്ടാകുന്നുള്ളൂ, കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നില്ല. ഈ ഇന്റിമസിയും പാഷനും മാത്രം ചേരുന്ന ഒരു സ്നേഹബന്ധത്തെ ഒരിക്കലും ഒരു റിയൽ ലവ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതിനാണ് ഇൻഫാച്വേഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ, വൈകാരിക തലത്തിൽ മാത്രം കാണുന്നതാണ്. അപ്പൊ ആ വൈകാരിക തലത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യം തകർന്നു പോകുമ്പം പലപ്പോഴും അതിന്റെ റിയാക്ഷനും വളരെ അതിവൈകാരികമായി. അതുകൊണ്ടാണ് ഇതേപോലെയുള്ള ഇങ്ങനെയുള്ള റിയാക്ഷൻസ് പുതിയ തലമുറയുടെ കാലത്തുനിന്നുണ്ടാകും. പിന്നെ രണ്ടാമതായിട്ടുള്ള ഒരു വലിയ കാര്യം, നമ്മുടെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള കാര്യം ഒരു ഡീകൺസ്ട്രക്ഷൻ ഓഫ് ഹ്യൂമൻ സെക്ഷുവാലിറ്റിയാണ്. അപ്പൊ നമ്മൾ പരമ്പരാഗതമായിട്ട് നമ്മൾ പഠിച്ചു വന്നിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പിച്ചു വന്നിട്ടുള്ള ചില സെക്ഷുവാലിറ്റി, ഇപ്പം ഹെറ്ററോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരേ ഒരു സെക്ഷുവാലിറ്റി മാത്രമാണ് യാഥാർത്ഥ്യമെന്ന്, ബാക്കിയുള്ള സെക്ഷുവാലിറ്റികൾ അല്ലെങ്കിൽ എല്ലാം ഒരു ഡീവിയൻ്റ് ആണെന്നുള്ളൊരു സങ്കല്പം അടുത്ത കാലത്ത് അത് വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇന്ന് മാറിയൊരു സാഹചര്യങ്ങളിൽ ആൾക്കാർ വളരെ ലിബറലായിട്ടുള്ള ഒരു സമീപനമാണ് ഈ സെക്ഷുവാലിറ്റിയുമായിട്ട് സ്വീകരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഉണ്ടായി കൂടുതൽ ബന്ധങ്ങൾ എന്നുവെച്ചാൽ വളരെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഈ ന്യൂ നോർമൽ എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ ചെയ്യുമ്പോൾ, ഞാൻ ഈ പറയുന്ന ഈ ഓൺലൈനായിട്ടുള്ള വിവിധ ബന്ധങ്ങളുടെയൊക്കെ കാര്യം പറയുമ്പം പലപ്പോഴും നമ്മളൊരു സൈക്കോളജിയിലൊക്കെ ഒരു ചെറിയ 10% ആൾക്കാർ ചെയ്യുന്നതിൽ താഴെ ഒരു 100 പേരിൽ 10% കൂടുതൽ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫ്രം ദി മീൻ, അതാണ് നമ്മുടെ ഒരു സാധാരണഗതിയിൽ ഒരു ഡീവിയൻസ് ആയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നത്. പക്ഷേ ഇപ്പോഴുള്ള കാര്യം ഈ ന്യൂ നോർമൽ എന്ന് പറയുന്നത് ഇതായി 10% ഒക്കെ കടന്ന് ഒരു പുതിയ നോംസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പം അവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഹ്യൂമൻ റിലേഷൻ വരുന്ന കേസുകളുടെ രീതികളാണ്. ഇപ്പം തന്നെ പലപ്പോഴും മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സിൽ പെടുന്ന ആൾക്കാര് അത് അങ്ങനെയുള്ള കേസുകൾ വളരെയധികം കൂടി വരികയാണ്. ഇപ്പം ഞാൻ അടുത്ത കാലത്തായിട്ട് എനിക്ക് വളരെ അത്ഭുതം തോന്നിയൊരു കാര്യമാണ്, ഒരു സ്ത്രീയെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞപ്പം
അവരുടെ ഭർത്താവും കാമുകനൂടെയാണ് അവരെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിന് ശ്രമിച്ച ഒരു സ്ത്രീയെ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഒരാളോട് ചോദിച്ചാൽ ആരാണ് ഭർത്താവ്, അവസാനം മറ്റൊരാൾ അവരുടെ കാമുകനാണ്. എന്താണ് പ്രശ്നം? ഒരു കോവിഡ് ടൈമിൽ അവരുടെ ഏകത ഒഴിവാക്കാൻ വേണ്ടി ഒരാളുമായിട്ട് ഓൺലൈനായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു. അത് കഴിഞ്ഞ് ആ ബന്ധം ദൃഢമായി. ഇപ്പൊ ആ ചെറുപ്പക്കാരൻ അയാൾ അവിവാഹിതനായിരുന്നു അന്ന്, ഇപ്പൊ വിവാഹിതനായി. പക്ഷെ ഇപ്പോഴീ സ്ത്രീക്ക് ഇടയ്ക്കിടയ്ക്ക് അയാളെ കാണണം. പക്ഷെ ഇദ്ദേഹത്തിന് പുതിയ വിവാഹിതനായതോടുകൂടി അതിനുള്ള സാധ്യതകൾ കുറഞ്ഞു. അപ്പം ഒരു ദിവസം രാത്രിയിൽ സ്ത്രീക്ക് അത് കണ്ടേ പറ്റൂ, അത്യാവശ്യമായിട്ട് കണ്ടേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അവസാനം അവര് കൈമുറിച്ചു. അവസാനം ഭർത്താവ് ഈ അഡ്മിറ്റ് ചെയ്യാൻ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാമുകന്റെ സാന്നിധ്യം ഇല്ലാതെ ഞാൻ വരികയില്ല എന്നുള്ള ഒരു ശാഠ്യം പിടിച്ച് അവസാനം കാമുകന്റെ കാല് പിടിച്ച് കാമുകനും ഭർത്താവും ഒരുമിച്ച് കാറ് കയറ്റിയാണ് ഈ സ്ത്രീയെ കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ത്രീയെ അഡ്മിറ്റ് ചെയ്തപ്പം കാമുകനും ഭർത്താവും കൂടെ കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന ഒരു ഇത്രയും വർഷത്തെ ഒരു സർവീസിനിടയിൽ ആദ്യമായിട്ടാണ് എനിക്കത് കാണേണ്ടി വന്നത്. അത് യാഥാർത്ഥ്യ കഥയല്ല, ഇത് നമ്മൾ കണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ഇന്ന് ഞാൻ ഒരു ഒരു കേസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അതിനകത്തെ കഥാനായിക എന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ സാധാരണ നാടൻ ഭാഷ പറഞ്ഞാൽ ഈ 10 പൈസ കുറവെന്ന് പറയില്ലേ, ചെറിയൊരു ഇന്റലിജൻസിന്റെ കുറവുണ്ടോ എന്ന് തോന്നുന്നു. അപ്പൊ അതിനകത്ത് ഇവര് ഒരു ഫേസ്ബുക്കിലൂടെ 20 ദിവസത്തെ പരിചയത്തില് ഒരാളുമായിട്ട് പരിചയപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ആ 20 ദിവസം കഴിഞ്ഞപ്പോൾ ഇവര് കാഴ്ചയിലൊന്നും വലിയ കുഴപ്പമില്ല. അതുകൊണ്ട് ആള് തന്നെ വന്ന് കല്യാണം ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തു. വീട്ടുകാർക്ക് വളരെ സന്തോഷമായി. ഇവർക്ക് ഈ കുട്ടിയുടെ പരിമിതികളൊക്കെ അറിയാവുന്നത് കൊണ്ട് ഒരാൾ വന്ന് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ കല്യാണം നടത്തി തരാമല്ലോ എന്ന് പറഞ്ഞ് അടുത്ത് തന്നെ കല്യാണം കഴിച്ചു വിട്ടു. അത് കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോ അവര് അത് കഴിഞ്ഞ് പിന്നെ അവര് അത് ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ടതാണ്. അപ്പൊ ഇപ്പോഴത് കഴിഞ്ഞിട്ട് അവര് ഇൻസ്റ്റഗ്രാമിലൂടെ വേറൊരാളെ പരിചയപ്പെട്ടു. അതൊരു എന്താണ്, ഒരു പൂജാരിയാണ്. പൂജാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സാധാരണ പൂജാരിയാണെന്ന് തോന്നില്ല. അയാൾ അധികം ബേക്കറിയിലായിരുന്നു ജോലി ചെയ്തത്. പിന്നെ ആ ബേക്കറി ജോലി ഉപയോഗിച്ച് ബോറടിച്ചപ്പോൾ ഇപ്പൊ പൂജാരിയായിട്ട് എവിടെയോ അമ്പലത്തിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വളരെ ഒരു ജഡ്ജ്മെന്റൽ ഇമ്പയർമെന്റ് എനിക്ക് അനുഭവപ്പെട്ടു. അവർ പറഞ്ഞു, എന്താ ഇപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത? ഇപ്പോഴത്തെ ഭർത്താവാണെങ്കിൽ രാവിലെ പോയി കഴിഞ്ഞാൽ പിന്നെ അയാള് കുറെ ദിവസം ഒന്നും കാണൂല. പൂജാരി ആണെങ്കിൽ പൂജാരിയുടെ വീടും അമ്പലവും നേരെ തൊട്ടടുത്താണ്. അപ്പൊ ഈ വീട്ടിലിരുന്ന് 24 മണിക്കൂർ എനിക്ക് പൂജാരിയെ കാണാമല്ലോ എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു ലോജിക്ക്. അപ്പൊ ഇങ്ങനെ ഓൺലൈനായിട്ടുണ്ടാകുന്ന ബന്ധങ്ങൾ ഇപ്പം നമുക്കറിയാം. ഒത്തിരി കുറേ ഡേറ്റിംഗ് ആപ്സിലൂടെ പരിചയപ്പെടുന്ന ആൾക്കാർ പല കേസുകളും വളരെയധികം ഒരു കുഴപ്പത്തിലേക്കാണ് വരുന്നത്. വെച്ചാൽ അതിലെ ഈ അടുത്ത കാലത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ കോട്ട് ചെയ്യുന്നതല്ല, ഞാൻ നേരിട്ട് കാണുന്ന കേസ്. ഒരു ആള് പോളണ്ടിൽ ജോലിയുള്ള ഒരു പയ്യൻ അവിടെ ചെന്നിട്ട് പോളണ്ടില് ഇരുന്നിട്ട് അവരിങ്ങനെ ഡേറ്റിംഗ് ആപ്പിലൂടെ ഇവിടെ കേരളത്തിലുള്ള ഒരു യുവതിയുമായിട്ട് ഇതില് പെട്ടെന്ന് അവരുടെ കമ്മ്യൂണിക്കേഷൻ തുടങ്ങി. അവസാനം യുവതിയാണെങ്കിൽ കാഴ്ചയിലൊക്കെ നല്ല സുന്ദരിയാണ്. അപ്പൊ ഇവനങ്ങ് വളരെയധികം ആകർഷിക്കപ്പെട്ടു പോയി. അപ്പം പക്ഷെ യുവതിക്ക് കുറെ പൈസയൊക്കെ അയച്ചു കൊടുത്തു, പുതിയ സാധനങ്ങളൊക്കെ മേടിക്കാനും ഒക്കെ. അവസാനം യുവതിയാകട്ടെ ഇവിടെ ഇവനും കൊടുക്കുന്ന പൈസയൊക്കെ ഉപയോഗിച്ച് വസ്ത്രമൊക്കെ മേടിക്കാൻ പോകുന്ന നാട്ടിലുള്ള കാമുകനെയും കൂട്ടിയാണ് നാട്ടിൽ വേറൊരു കാമുകനുണ്ടെന്നുള്ള കാര്യം മറ്റേ ആൾക്കറിയില്ല. അവസാനം ഇയാള് വീട്ടുകാരെയൊക്കെ വിളിച്ച് വിവാഹാലോചനയൊക്കെ നടത്തി. അവസാനം നാട്ടിൽ വന്ന് വിവാഹാലോചനയ്ക്ക് വേണ്ടി അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് പറയുന്നത്, എനിക്ക് വേറെ ബന്ധമുണ്ട്, ഞാനിവനെ ഇവൻ വളരെ അവനൊരു സൈക്കോ ആണ്, എനിക്ക് അവനെ വേണ്ട എന്ന് പറഞ്ഞ് അവർ അവസാനം ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കായിട്ടൊരു ഇടത്ത് കൂട്ടി അവൻ ആ ഹോട്ടലിന്റെ ഭിത്തിയെ തലയിടിച്ച് കൈയൊക്കെ മുറിച്ച് അങ്ങനെ കൊണ്ടുവന്നിരുന്ന ഒരു കാഴ്ച. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഓൺലൈനിലൂടെ പരിചയപ്പെടുക എന്ന് പറയുമ്പോൾ ഉള്ള കാര്യം ഞാൻ മനസ്സിലാകുന്ന, ഈ ഓൺലൈനിലൂടെ നമുക്ക് വളരെ വ്യാജമായിട്ടുള്ള വ്യക്തിത്വങ്ങളോ വ്യാജമായിട്ടുള്ള ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ നമുക്ക് രണ്ടുപേരും ഓൺലൈനിൽ പരിചയപ്പെടുമ്പോഴേ
ഞാൻ ഒരാളോട് ചോദിച്ചു, നമ്മൾ രണ്ടുപേരും അടുത്തടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അയാളുടെ വായുനാറ്റോ വിയർപ്പ് നാറ്റോ അയാളുടെ നെഗറ്റീവ് അടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ ഈ ഓൺലൈനായിട്ട് പരിചയപ്പെടുമ്പം ഇത് ഒരു വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും നേരിട്ട് കാണുന്നതും അതുപോലെ ഓൺലൈനായിട്ടുള്ള അനുഭവങ്ങളും. ഇതേപോലെയുള്ള ഈ ഓൺലൈൻ ബന്ധങ്ങളുടെ വലിയൊരു നിര തന്നെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഈ വൈവാഹിക ബന്ധത്തിലുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ ഓൺലൈനായിട്ടുള്ള ഇതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ ഇവരുടെയുള്ള ഫ്രസ്ട്രേഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അപ്ബ്രിങ്ങിങ്ങിന്റെ ഒരു വലിയ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞാൽ ഈ വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ കൊടുക്കുന്ന മാതാപിതാക്കൾ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. പക്ഷെ വളരെ അമിതമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കുമ്പം ചില കാര്യങ്ങളിലുള്ള ഡെവലപ്മെന്റ് വളരെ ലാഗായി പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനം. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പൊ മെജോറിറ്റി ഓഫ് ഉള്ള കുട്ടികളുടെയും നമ്മുടെ ഒരു ജീവിതം, അവരുടെ ഒരു ദൈനംദിന ജീവിതം അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? രാവിലെ ഉള്ള ഒരു 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 സ്കൂളിന്റെ വാഹനം വന്ന് നിൽക്കും. ചിലപ്പം വളരെ ഓരോ സ്കൂളിന്റെ റേറ്റിംഗ് അനുസരിച്ച് അവിടെ പോയാലാണ് രക്ഷപ്പെടുക. ചിലപ്പം വളരെ ദൂരെയുള്ള സ്കൂളിലായിരിക്കും വിടുന്നത്. അതിരാവിലെ ചിലപ്പം സ്കൂൾ ബസ്സിൽ തന്നെ 1 മണിക്കൂറും 2 മണിക്കൂറും ശേഷമായിരിക്കും സ്കൂളിൽ ചെല്ലുന്നത്. അപ്പോൾ അതിരാവിലെ ഈ സ്കൂൾ ബസ്സിൽ കയറ്റി കുട്ടികളെ വിടും. അതുപോലെ തന്നെ അവര് ഈ സ്കൂൾ ബസ്സൊക്കെ ചെന്ന് നിൽക്കുന്നത് പലപ്പോഴും വലിയ മതിൽക്കെട്ടുള്ള സ്കൂളുകളുടെ അകത്തേക്കായിരിക്കും. അപ്പൊ ആ സ്കൂളിനകത്ത് ചെന്ന് സ്കൂളിന്റെ ഗേറ്റ് അടയ്ക്കും. വൈകുന്നേരം വരെ ഈ സ്കൂളിനകത്ത് മതിലിനകത്തുള്ള പിന്നെ വിദ്യയും അഭ്യാസവുമാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം വരുമ്പോഴത്തേന് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേന് അസൈൻമെന്റ് ആയി, മറ്റുള്ള കാര്യങ്ങളായി. അപ്പൊ ഇങ്ങനെ വരുന്ന വളരെ ആ ഫോർമേറ്റീവ് ഏജ് ഗ്രൂപ്പിലൊന്നും ഈ സാമൂഹ്യമായിട്ടുള്ള ബന്ധങ്ങളോ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻസോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരുന്ന കുട്ടികളുടെ ഉള്ള പ്രശ്നങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ട് പ്രധാനമായിട്ടും ഇമോഷണൽ ഡെവലപ്മെന്റും അതുപോലെ സോഷ്യൽ ഡെവലപ്മെന്റും വളരെയധികം വ്യത്യാസമാണ്. അതിൽ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഞാൻ വെസ്റ്റേൺ ഡേറ്റയുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു വലിയ വെസ്റ്റേൺ ഡേറ്റയൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ അവയർനെസ്സും വളരെ വലിയ ഒക്കെ ന്യൂജൻ ആൾക്കാർക്ക് കൂടുതലാണെന്നുള്ളതാണ്. എൻവയോൺമെന്റൽ കോൺഷ്യസ്നെസ് കൂടുതലാണ്, അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ് കൂടുതലാണ് എന്നൊക്കെയുള്ള ഒരു ഡേറ്റയാണ് വെസ്റ്റേൺ ഇതിൽ പറയുന്നത്. പക്ഷേ അത് ഇവിടെ നമുക്ക് തോന്നുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഉള്ള കാര്യം, കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ടത്, നമ്മൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകേണ്ടിരിക്കുന്ന ഒരു മുതിർന്ന വ്യക്തിക്കുണ്ടാകുന്ന ഒരു സാമൂഹ്യ ബോധമോ ചരിത്ര ബോധമോ അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ ബോധമോ ഈ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. പലപ്പോഴും ജനറൽ നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് ഡോക്ടർ എന്നുള്ള ഞങ്ങളുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഇവിടെ MSc സൈക്കോളജി, MSW, അതുപോലെ തന്നെ BSc നഴ്സിംഗ് എപ്പോഴും വളരെയധികം സ്റ്റുഡൻസുമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ ഈ വർത്തമാന പത്രം എന്ന് പറയുന്ന ഒരു കാര്യം കൈകൊണ്ട് പൊടില് കൊണ്ടുപോലും തൊട്ടു നോക്കൂല. ഒരു യാതൊരു രീതിയിലും അവർക്ക് അതുമായിട്ട് യാതൊരു താല്പര്യമില്ല. ഇവർക്ക് താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ യൂട്യൂബ് എന്നൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ വളരെ വിജ്ഞാനപ്രദമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞതിന് പോസിറ്റീവ് വശങ്ങളുണ്ട്. പക്ഷെ ഈ പോസിറ്റീവ് വശത്തിലേക്കല്ല ഇപ്പോഴുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ആൾക്കാർ പോകുന്നത് ഈ ഏറ്റവും ചുരുങ്ങി റീൽസിലേക്കാണ്. ചെറിയ 1-2 മിനിറ്റ് ഇതുള്ള റീലുകളാണ് പല ആൾക്കാരും കൂടുതൽ കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതാണ് ഞാൻ പറയുന്നത്. അതിന്റെ സൈക്കോളജി നമ്മൾ പറയുമ്പോൾ, പണ്ട് കാലത്ത് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബ്രെയിനിനകത്തുള്ള നമുക്ക് റിവാർഡ് സർക്യൂട്ട് ആക്ടിവേഷൻ ഇപ്പൊ ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. പെട്ടെന്ന് ചിരിക്കുക, പെട്ടെന്നുള്ള ഒരു സന്തോഷത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരു പുസ്തകം വായിച്ചു, അതിനെക്കുറിച്ച് ചിന്തിച്ചു, അതിന്റെ ചിന്തയിലൂടെ ഉണ്ടായി നമ്മൾ അതിനെക്കുറിച്ച്
ഗഹനമായിട്ട് ചിന്തിച്ച് ഒരു കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് പകരം ഇപ്പൊ ഇങ്ങനെ വരുന്ന ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ആ ഒരു സന്തോഷം, അത് ഇപ്പൊ മിക്കവാറും ഒരു വളരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നാളില് ഈ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളും കണ്ടിരുന്നു പോകും. പുതിയ പുതിയ വളരെ ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങള് അത് കണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല കോമഡിയായി. ഇപ്പം 80-90 വയസ്സുള്ള അമ്മച്ചി അപ്പച്ചനും കൂടെ ഡിസ്കോ ഡാൻസ് കളിക്കുന്നതും ഒക്കെ ഉള്ള റീൽ എടുത്ത് വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര വൈറലാകും. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഇതായിട്ടുള്ള ഒരു പോഷണം നൽകുന്നതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്തില്ല. ഇതെല്ലാം ഒരു വെറൈറ്റി, ഒരു നോവൽറ്റി അല്ലെങ്കിൽ ഒരു വൈവിധ്യം, ഇതിലൊക്കെ ഫോക്കസ് ചെയ്ത കാര്യങ്ങളാണ് പുതുതായിട്ടുള്ള ഒരു തലമുറ ഇഷ്ടപ്പെടുന്നത്. അത് എല്ലാ കാര്യത്തിലും, അത് നമ്മുടെ ജീവിതത്തിന്റെ കാര്യമാണെങ്കിലും ജീവിതം നമ്മള് ഒന്നാമത്തെ ജീവിക്കാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഒരു ജീവിത ദർശനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. ആ ജീവിതത്തിന്റെ ദർശനം രൂപപ്പെടുത്തുന്നത് നമുക്ക് ജീവിത അനുഭവങ്ങളിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. അല്ലാതെ ഈ വൈകാരികമായിട്ടുള്ള നമ്മുടെ ഇതേപോലുള്ള റീലുകളോ അല്ലെ മറ്റുള്ള കാര്യങ്ങളോ, ഇപ്പൊ നമ്മളൊരു നല്ലൊരു എന്താണ് ഒരു വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയോ ഒരു നോവലോ ഉത്തമമായിട്ടുള്ള ഒരു കൃതി, ഒരു നോവലോ അല്ലെങ്കിൽ ഒരു സാഹിത്യ കൃതിയോ അല്ലെങ്കിൽ ഒരു കവിതയോ ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് വായിച്ച് നമ്മൾ അതുമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് അതിന്റെ ആന്തരികാർത്ഥം മനസ്സിലാക്കി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജ്ഞാനം വെച്ചാൽ ഈ അറിവ് മാത്രമല്ല, നമ്മൾ ഇൻഫർമേഷൻ മാത്രമല്ല, അറിവ് ഒരു അവബോധമായിട്ട് നമ്മളിൽ ഒളിച്ചേർന്ന് അത് ജ്ഞാനമായിട്ട് മാറുന്ന ഒരു പ്രക്രിയ ഉണ്ടെങ്കിലേ നമുക്ക് ഒരു വിസ്ഡം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് ഈ തലമുറയ്ക്ക് അന്യമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് നീഡ്സ് അതാണ് ഏറ്റവും ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വളരെയധികം ഫ്രസ്ട്രേഷൻസിന്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഈ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ലേ, ഈ വിദ്യാഭ്യാസത്തിൽ സോഷ്യലും ഇമോഷണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെയാണ് ഇവർക്ക് ആവശ്യം വേണ്ടതായിട്ടുള്ള സ്ട്രെസ് ഉണ്ടാകുമ്പോൾ അത് താങ്ങാനും പറ്റുന്നില്ല. അതിന്റെ ഒക്കെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, വളരെ വലിയ രീതിയിൽ ഉള്ള ഓവർ പ്രൊട്ടക്ഷൻ ആണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒത്തിരി വ്യാമോഹ നമ്മളൊരു കൾച്ചറൽ ഹിപ്നോസിസ് ഓഫ് കൺസ്യൂമറിസം എന്നൊക്കെ പറയുന്നത് പോലെ ഒരു വ്യാമോഹങ്ങളെ അത്യധി ഉജ്ജ്വലിപ്പിക്കുന്ന ഒരു ഫീൽഡിലാണ്. ഇപ്പൊ ഒരു സാമ്പത്തിക ശേഷി കുറവുള്ള ഒരു വീട്ടിലെ കുട്ടി ഒരു വലിയ നല്ല ഒരു ഇതായിട്ടുള്ള കുറേ സാമ്പത്തിക ശേഷി കൂടുതലുള്ള കുട്ടികളുമായുള്ള സ്കൂളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവരുടെ കയ്യിലുള്ള ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റ്സും മറ്റുള്ള കാര്യങ്ങളും കാണുമ്പോൾ വന്ന് പേരൻസിനോട് പറയുന്നു, എനിക്കും അതുപോലെ ഒരെണ്ണം വേണം. പക്ഷെ പേരൻസിന് വീട്ടിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചോ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും മനസ്സിലാക്കാൻ തക്കവണ്ണമുള്ള ഒരു വൈകാരിക പാകത ഈ കുട്ടികൾക്കുണ്ടാകുന്നില്ല. ഈ അടുത്ത കാലത്ത് എന്നെ വളരെയധികം സങ്കടപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. അതില് ഒരു കുട്ടിയുടെ ആത്മഹത്യക്ക് ശേഷം അതിന്റെ അമ്മയും ഇളയ കുട്ടിയും കൂടെ വന്നു. അപ്പൊ ഇതിന്റെ ഒരു വലിയൊരു പ്രശ്നം വെച്ചാൽ വളരെ സാമ്പത്തിക ശേഷി കുറഞ്ഞൊരു കുടുംബത്തിലെയാണ്. അവർക്ക് വളരെ ലോണൊക്കെ എടുത്ത് ഒത്തിരി കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ കുട്ടിയുടെ അച്ഛൻ അങ്ങനെ ഒരു ചെറിയ പണി ചെയ്യാനായിട്ട് ഗൾഫിൽ പോയിരിക്കുകയാണ്. അമ്മ ഏതോ ഒരു കമ്പനിയിൽ എന്തോ പാക്കിംഗ് വർക്കൊക്കെ ചെയ്ത് ചെറിയ സാലറി ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഇവരെന്തോ സ്ത്രീകളാകുമ്പോൾ അവർക്കൊരു ചെറിയ സ്വർണം മേടിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം കാണുമല്ലോ. എന്തോ അവര് സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസ ഒക്കെ എടുത്തിട്ട് ചെറിയ രീതിയിൽ ഇത് മാലയോ ഏതോ കാര്യങ്ങള് ഇത് മേടിച്ചു, സ്വർണത്തിന്റെ ഒരു ചെറിയ ഉരുപ്പിഴ മേടിച്ചു. അപ്പൊ ഈ മകനാകട്ടെ അവൻ എന്തോ ഒരു വലിയ വില കൂടിയ ഒരു മൊബൈല് മേടിക്കണമെന്നുള്ള ഒരു വലിയൊരു തീവ്രമായ ആഗ്രഹത്തിന്റെ പേരിൽ ഇവൻ ഈ അമ്മയുടെ ഈ ചെറിയ സ്വർണത്തിന്റെ കുറച്ച് സ്വർണമേ ഉള്ളൂ. അവർ വളരെ കുറെ കാലമായിട്ട് ആശിച്ച് മേടിച്ച ഒരു സാധനമാണ്. അതെടുത്ത് രഹസ്യമായിട്ട് വിറ്റിട്ട് അതിന്റെ പൈസ കൊണ്ട് മേടിച്ചു. ഈ അമ്മ തിരിച്ചു വന്ന് ഇത് അറിഞ്ഞപ്പം ഇത് കണ്ടപ്പോൾ ഇവൻ വിറ്റ മാല കാണുന്നില്ല. എൻ്റെ മോന്റെ കയ്യിൽ പുതിയ മൊബൈൽ കണ്ടു. അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് മേടിച്ചു വിറ്റ് ഇതാണ് എന്ന്, എൻ്റെ സ്വർണം കട്ടാണ് ഇവൻ മൊബൈൽ മേടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. അപ്പം വളരെയധികം അവരുടെ നിയന്ത്രണം വിട്ട് അവരെന്തൊക്കെയോ ആ കുട്ടിയെ വളരെ വലിയ ശക്തമായിട്ട് ശകാരിച്ചു. പക്ഷെ ഈ കുട്ടി ചെയ്തെന്താ, അവൻ പെട്ടെന്ന് വേറെ മുറിയിൽ കയറി അവനെ ഹാങ് ചെയ്ത് കെട്ടി തൂങ്ങി കഴിഞ്ഞ്
മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആ, ആ, അമ്മയും മകനും വളരെ ഇളയ കുട്ടി അന്നേരം തന്നെ മിണ്ടുന്നില്ല, അതിന്റെ ശബ്ദം പോയി. ഇളയ കുട്ടിയാണ് ഈ കാഴ്ച കാണുന്നത്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ വ്യാമോഹത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അമ്മ ആ, ഇത്രയും വളരെ ആഗ്രഹിച്ച ഒരു ചെറിയ ഒരു രീതിയിൽ സ്വർണം മേടിച്ചു, ആ സ്വർണം നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ റിയാക്ഷനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇതിപ്പോ നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടതെന്നുള്ള കുറ്റപ്പെടുത്തേണ്ടതല്ല, എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളൊരു വലിയൊരു പ്രശ്നം വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ മാനുഷികമായ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇവിടെ ഈ സാമൂഹ്യ സാഹചര്യങ്ങളാണ്. ഇപ്പം പല ആൾക്കാർക്കും വീട്ടില് ഇപ്പൊ ലോൺ എന്ന് പറയുന്ന ഒരു വലിയ, നമ്മളറിയാന്ന് വെച്ചാൽ ഒത്തിരി സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കേരളത്തിലെ ഒരു ശരിക്കും ഈ, പല പല ആൾക്കാരും അവരുടെ ഒരു സാമ്പത്തിക ക്രമീകരണങ്ങളിൽ വളരെ 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 തെറ്റായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക, അവസാനം ഈ കടക്കണിയിൽ പെടുന്ന വളരെയധികം ആൾക്കാരുണ്ട്. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. വെച്ചാൽ പണ്ടത്തെ നമ്മുടെ പഴയ തലമുറയിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉള്ള കാര്യം വളരെ സൂക്ഷിച്ചും ഒക്കെ ഉപയോഗിച്ച് വളരെ ഒരു തരത്തിൽ പിശുക്കെന്ന് പറയാം. അപ്പൊ അങ്ങനെയൊക്കെ ജീവിച്ചിട്ടുള്ള അച്ഛനമ്മമാരുടെ മക്കളാണ് ഇപ്പം വരുമ്പോഴുള്ള കാര്യം എല്ലാം ലോണ്. അതിനെ പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഒരു സാമൂഹിക, ഇപ്പൊ ബാങ്കിൽ നിന്നൊക്കെ എപ്പോഴും വിളിയാണ്, ലോൺ സാറേ എത്ര വേണം സാറിന്റെ, എത്ര വേണം, 50 ലക്ഷം വേണോ, 60 ലക്ഷം വേണോ, ഇങ്ങോട്ട് വന്നാൽ മതി, ഞങ്ങളിപ്പം തരാമല്ലോ. അപ്പൊ അതേപോലെ ഈ ലോണുകൾ എടുത്തിട്ട് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഉപരിയായിട്ടുള്ള രീതിയിൽ കടം മേടിച്ച് കടക്കണിയിൽ പെടുന്ന കുടുംബങ്ങളും അതുകൊണ്ട് തകർന്നു പോകുന്ന ആൾക്കാരും. അപ്പൊ അങ്ങനെ ഈ ഈ വരുന്ന, ഞാൻ ഈ പറഞ്ഞ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, വിദ്യാഭ്യാസ സിസ്റ്റത്തില് ഈ ഇവരുടെ വൈകാരികമായിട്ടുള്ളതും സാമൂഹ്യമായിട്ടുള്ള ഡെവലപ്മെന്റിനെ പരിപോഷിപ്പിക്കാത്തതായിട്ടുള്ള അവസ്ഥ നിൽക്കുന്നുണ്ട്. പിന്നെ കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ നമ്മളിത് കാണുമ്പോൾ ഉള്ള കാര്യം, ഇപ്പം പലപ്പോഴും കുട്ടികൾ, ആൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് നമ്മൾ കൂടുതൽ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ ടെൻഷനിൽ ഇവര് സ്വീകരിക്കുന്നത്, ഇപ്പം നമുക്കറിയാം, ലഹരിയുടെ ഇതായിട്ടുള്ള കാര്യത്തിലേക്കാണ്. അപ്പൊ നമ്മുടെ ഈ ആൽക്കഹോൾ ആൻഡ് ഡ്രഗിൻ്റെതായിട്ടുള്ള യൂസിലേക്ക് വരുമ്പോൾ നമ്മൾ കൂടുതലും കാണുന്നത് ഇതിന്റെ പിന്നില് ഒളിഞ്ഞിരിക്കുന്ന ഈ വൈകാരികമായിട്ടുള്ള സംഘർഷങ്ങളാണ്. അപ്പൊ ഈ വൈകാരിക സംഘർഷങ്ങളിൽ പെടുന്നതിനകത്ത് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടാകാം. അപ്പൊ അതിനകത്താണ് നമ്മുടെ ജെൻസി എന്ന് പറയുന്ന ആൾക്കാരുടെ ഏറ്റവും ആൺകുട്ടികൾ വരുമ്പോ ഒക്കെയുള്ള പറയുന്നത് എന്താണ്, അവര് പറയുന്ന ഈ നമ്മുടെ പുതിയ ഭാഷയും വളരുകയാണല്ലോ. പുതിയ ടെർമിനോളജി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അവൾ എന്നെ തേച്ചിട്ട് പോയി, തേക്കുക എന്ന്, പണ്ട് നമ്മൾ ഈ മേശരിമാരൊക്കെ തേക്കുക എന്ന് പറയുന്നത്, ഇപ്പോഴെന്ന് പറഞ്ഞാൽ തേച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ അവരുടെ വലിയ കഷ്ടം കൊടുത്ത് വില കൊടുത്ത് ഇവരുടെ ഇൻഷിലും ഒക്കെ കഴുത്തിലും തോളിലും ഒക്കെ പച്ച കുത്തി വെച്ചിരിക്കുമ്പോ ടാറ്റു ചെയ്തിട്ട് ഇങ്ങനെ വന്നിരിക്കുമ്പോഴായിരിക്കും പലപ്പോഴും ഇവര് ഈ എന്നിട്ട് പോയത്. അപ്പൊ ഞാന് ഒരു ഒരു പയ്യനെ ഇതേപോലെ തന്നെ ആത്മഹത്യാ പ്രവണത ആത്മഹത്യാ ശ്രമത്തിന് ശേഷം ഏതോ ഓർഗനോ ഫോസ്ഫറസ് കഴിച്ച് അതിനുശേഷം അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്, അപ്പം ഇവന്റെ നെഞ്ചില് വലിയ ഒരു ഇതിനകത്ത് അവിടെ മറ്റേ കാമുകിയുടെ പേരൊക്കെ പച്ച കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് കുറച്ച് 1-2 വർഷം കഴിഞ്ഞ് ഞാൻ ഈ വ്യക്തിയെ കാണാനിടയായി. അപ്പം അന്നേരം വേറൊരു ആ പെണ്ണല്ല, ആ തേച്ചിട്ട് പോയവൾ അവിടെ പാട്ടിന് പോയി, അവള് വേറെ കല്യാണം കഴിച്ചില്ലയോ എന്നറിയത്തില്ല. ഇപ്പോൾ ഉള്ള പെൺകുട്ടി ഇവന്റെ കൂടെ ഉണ്ട്. അപ്പം ഇപ്പോഴുള്ള ഭാര്യ. അപ്പൊ എനിക്ക് വലിയൊരു സംശയം, ഇവന്റെ ഈ നെഞ്ചത്തുള്ള ഈ മറ്റേ പെണ്ണിന്റെ പേര് എന്തോ ചെയ്തു എന്നാണ് അപ്പൊ ഞാന് ഇവനോട് രഹസ്യമായിട്ട് ചോദിച്ചു, ഇവ രണ്ടാമത് കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിന്റെ നെഞ്ചത്തിരുന്ന പേരെവിടെ കളഞ്ഞു? അത് ഞാൻ കല്യാണത്തിന് മുമ്പേ ഞാൻ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റി, എന്നിട്ടാണ് രണ്ടാമത്തെ വിവാഹത്തിലേക്ക് പോകുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വളരെ വലിയ രസകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഇതിനകത്ത്, പ്രായോഗികമായിട്ട് കാണുന്നത്. അപ്പൊ ഇതൊക്കെ ഈ പുതിയ ഒരു കാര്യമാണ്. അതേപോലെയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ള പെൺകുട്ടി, ആൺകുട്ടികളിലെ നമ്മുടെ മൊബൈൽ അഡിക്ഷൻ വരുന്നുണ്ട്, അതുപോലെ ഡ്രഗിന്റെ യൂസ് വരുന്നുണ്ട്. പെൺകുട്ടികളില്
ആൺകുട്ടികളെക്കാട്ടിലും ഭീകരമായിട്ടുള്ള രീതിയിൽ ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സും പേഴ്സണാലിറ്റി ഡിസോർഡറും ഉള്ള വളരെ വലിയൊരു ഗ്രൂപ്പ് കയറി വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ മദ്യപാൻ ഈ എനിക്ക് തോന്നുന്നു നമ്മുടെ ജെൻഡർ ഡിഫറൻഷ്യസിന്റെ ഒരു പത്തോളജിയുടെ എക്സ്പ്രഷന്റെ രണ്ട് ഡയമെൻഷൻസ് ആണ്. ഇപ്പൊ ആൺകുട്ടികളിലൊക്കെ പറഞ്ഞാൽ കഞ്ചാവും അതേപോലെ തന്നെ മറ്റുള്ള മാലഡാപ്പ് ആന്റി സോഷ്യൽ ബിഹേവിയറുമായിട്ട് വരുമ്പോൾ പെൺകുട്ടികളിൽ നമ്മൾ കാണുന്നത് പലപ്പോഴും ഈ ബോർഡർ ലൈൻ ആയിട്ടുള്ള, അത് പണ്ട് കാലത്ത് നമ്മൾ അത്രയധികം കോമൺ ആയിരുന്നില്ല, ഇപ്പം വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഇതാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ ബോർഡർ ലൈൻ ട്രേറ്റ്സ് ഉള്ള പ്രശ്നങ്ങളുമായി പെൺകുട്ടികൾ വരുന്നത്. അപ്പൊ ഈ അടുത്ത കാലത്ത് എനിക്ക് വളരെ നമുക്കിപ്പം നമ്മുടെ പീഡനകഥകളൊക്കെ നിറയെ ഉള്ള ഒരു കാലഘട്ടമാണല്ലോ ഇത്. നമ്മളെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ കേസ് കൊടുക്കുക, അത് അതിന് ഒക്കെ ഒത്തിരി കേസുകൾ നമ്മളിപ്പോ മീഡിയയില് രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ കണ്ട ഇപ്പോൾ ഉള്ളൊരു യുവതി, എനിക്കറിയില്ല എന്ത് ഫെമിനിസ്റ്റ് ആണോ ഒന്നും അറിയില്ല, അപ്പൊ അവള് നല്ലൊരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് ഉള്ള പേഴ്സണാലിറ്റി ഉള്ളൊരു യുവതിയാണ്. അപ്പം ഇവരെ ഒരു ആത്മഹത്യാശ്രമത്തിന് ശേഷം അഡ്മിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നു. അപ്പൊ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ട് തുടക്കം മുതലേ അഡോസേജ് ഗ്രൂപ്പ് മുതലേ വലിയ പ്രശ്നങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഭയങ്കര പേരൻസുമായിട്ടുള്ള പ്രശ്നമുണ്ട്. ആ കുട്ടിക്ക് അതിന്റെ സ്വന്തം ബ്രദേഴ്സിനെ ഒന്നും പേരൻസ് ഇഷ്ടപ്പെടുന്ന അവരവിടെ അടുത്തിരിക്കുന്ന ഇഷ്ടമല്ല, പേരൻസ് തമ്മിൽ അടുത്തിരിക്കുന്ന ഇഷ്ടമല്ല. അതുപോലെ തന്നെ ഇവര് വീട് ഭയങ്കരമായിട്ട് കള്ളം പറയും. എല്ലാം പത്തോളജിക്കലായിരിക്കും. ഒത്തിരി കുറേ ട്രേറ്റ്സ് ഉണ്ട്. അപ്പം അവസാനം ഇതേപോലെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സും ഉണ്ട്. അവസാനം സംഭവിച്ചത് ഒത്തിരി ആൾക്കാരുമായിട്ട് പയ്യന്മാരുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇവര് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഒരു പാവം ഒരു പയ്യൻ അവരുടെ കൂടെ ഉണ്ട്. അപ്പം ഇവള് പ്രഗ്നന്റ്, ഒരു ഹോസ്പിറ്റലിൽ അബോർഷൻ കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുവരുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് ഈ പയ്യനെ കൊണ്ടുവന്നിരിക്കുന്നത് അവനോട് വന്നാലേ ഞാൻ വരുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടാണ് ഈ പയ്യനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ പെൺകുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു, അപ്പം ഇവള് അബോർഷൻ കഴിഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. അവര് വന്ന് എന്നോട് രഹസ്യമായിട്ട് പറയും, എന്റെ പൊന്നു സാറേ, ഈ പയ്യന്റെ ഒന്നും അല്ല കൊച്ചി അവിടെ അവൾക്കുണ്ടായ ഗർഭം, അത് അവള് ടാറ്റു ഇടാൻ അവിടെ ദേഹം മൊത്തം ടാറ്റു, അവന്റെ വള്ളിയും പുള്ളിയും താമരയും എലിയും തവളയും പൂച്ചയും എല്ലാം അവിടെ ദേഹം മൊത്തം വരച്ചു വെച്ചേക്കുക. അപ്പം അവിടെ ആ ടാറ്റു ഇടാൻ പോയ വകയിൽ ആ ടാറ്റുകാരന്റെ കൊച്ച ഇവക്ക് ഇപ്പൊ അബോർട്ട് ചെയ്ത് കളഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെങ്ങനെ മനസ്സിലായി? ഇവള് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയ ഉടനെ വിളിച്ചത് അവനെയാ. ആദ്യമായിട്ട് ഒറിജിനൽ കൊച്ചിന്റെ തന്തയാണ് വിളിച്ചത്. അപ്പം പക്ഷെ പെൺകുട്ടി വളരെ സ്മാർട്ടാണ്. ഈ കേസിനും വഴക്കിനും ഒക്കെ നടക്കുന്നതിന് പകരം ഈ പെൺകുട്ടി ഇവളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അവന്മാരുടെ കയ്യിൽ നിന്നും കാര്യമായിട്ട് പൈസ മേടിച്ചു. ഈ ടെസ്റ്റ് ഉടനെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം അങ്ങനെ എല്ലാ ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ച്, ഇപ്പൊ അല്ലെങ്കിൽ ഞാൻ ഇത് നിങ്ങളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് ഓരോരുത്തരോടും പൈസ മേടിച്ച് അവള് കുറച്ച് നല്ലൊരു ഫണ്ട് അതിലൂടെ സ്വരൂപിച്ചു. മനസ്സിലായി? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കേസ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കേസുകൾ ഞാനൊരു 10 വർഷത്തിന് മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത് സൈറ്റ് ചെയ്യുന്നത്, ഇതിനകത്തുള്ള കാര്യം. അപ്പം അവിടെ ഇപ്പൊ ഇതൊക്കെ നമ്മള് ഇത് വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങള് എനിക്കും ഇല്ല കേട്ടോ. ഇതിന്റെ സൈക്കോളജി ഒക്കെ വളരെ വളരെ ദുരൂഹമായിട്ടുള്ള ചില സൈക്കോളജി. ഇപ്പൊ അടുത്തിടയിൽ വന്ന ഒരു കാര്യം, ഒരു പെൺകുട്ടിയല്ല, അത് ഒരു പ്രൊഫഷണലാണ്. അവര് വന്നു കഴിഞ്ഞ് അവർക്ക് ഇതേപോലെ തന്നെ മൾട്ടിപ്പിൾ റിലേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിന്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റിലേഷൻഷിപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ അവർ പഴയ ബന്ധങ്ങളെ കുറിച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എനിക്ക് ബന്ധം ഉണ്ടായിരുന്നു, എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പൊ അത് തന്നെ ഒരു വിശ്വാസം. ഈ അഫെയർ എന്ന് പറയുമ്പോൾ സാധാരണ അഫെയർ ഒന്നും ആയിരിക്കില്ല. അപ്പം ഒരാൾ പറയും എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മറ്റേ ആൾ പറയും അതിനെന്താ, എനിക്കും ഉണ്ടായിരുന്ന അഫെയർ എന്ന് പറയും. അത് കഴിഞ്ഞ് ഈ അഫെയറിനെ കുറിച്ചൊക്കെ, പക്ഷെ ഈ അഫെയറിന്റെ ഇന്റൻസിറ്റിയോ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അത്രയധികം അങ്ങ് പറയില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന അഫെയർ ആയിരുന്നെങ്കിലും
ചെറിയ അഫെയർ എന്നൊക്കെയുള്ള രീതിക്ക് പെട്ടെന്ന് നമുക്ക് കേൾക്കുമ്പോൾ അത്രയും തോന്നൂല. അപ്പം ഇത് ഇങ്ങനെയൊക്കെ എല്ലാം തുറന്നു പറഞ്ഞ് ഇപ്പം ഒരുമിച്ച് ജീവിക്കുന്ന രണ്ട് വ്യക്തികൾ 4 വർഷമായിട്ട് അവർ ഒരുമിച്ച് ജീവിക്കുന്നു. ഇപ്പം ഈ ജീവിക്കുന്ന ഈ സ്ത്രീക്ക് ഉള്ള കാര്യം, ഇവരുടെ സങ്കല്പത്തിലുള്ള പുരുഷനല്ല ഇപ്പോഴത്തെ പുരുഷൻ. എന്റെ സങ്കല്പത്തിന് കുറച്ചുകൂടെ ഫിറ്റ് ചെയ്യുന്നത് ആദ്യത്തെ കാമുകനായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആദ്യത്തെ കാമുകന്റെ സവിധത്തിലേക്ക് തന്നെ എനിക്കിപ്പം മടങ്ങണം എന്നുള്ളതാണ് കുട്ടിയുടെ വളരെ അദമ്യമായിട്ടുള്ള ആഗ്രഹം. അപ്പൊ ഇത് നമ്മളിപ്പോ അനലൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഉള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു സൈക്കാട്രിയുടെ ക്ലാസിഫിക്കേറ്ററി സിസ്റ്റത്തില് പല പല ക്ലാസ്, സ്കിസോഫ്രീനിയ ഉണ്ട്, ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്. ഈ ക്രൈറ്റീരിയയിൽ ഒന്നും പെടാത്തതായിട്ടുള്ള ഒത്തിരിയധികം കേസുകൾ ഇപ്പം നമ്മുടെ മുന്നിലേക്ക് വന്ന് ചാടുന്നുണ്ട്. ഇത് നമുക്കൊരു എവിടെയാണ് ഇതിനകത്ത് ചില പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ട്, ഡെവലപ്മെന്റൽ ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അതേപോലെ തന്നെ കുറെ ഇമോഷണൽ ആയിട്ടുള്ള ഇൻസ്റ്റെബിലിറ്റി ഉണ്ട്. ഇതിനെയൊന്നും നമുക്ക് ഒരു ക്ലാസിഫിക്കേറ്റർ സിസ്റ്റത്തിൽ ഏതൊരു കാറ്റഗറി ഫിക്സ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഈ കുട്ടി തന്നെ അത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ എന്നോട് തന്നെ ചോദിച്ചു, എന്താ ഡോക്ടറെ ഡയഗ്നോസിസ്? അപ്പൊ ഡയഗ്നോസിസ് ഞാൻ പറഞ്ഞു, എനിക്ക് ഐ ഡോണ്ട് ഹാവ് ഡയഗ്നോസ്. എല്ലാത്തിനും ഇപ്പം സൈക്കാട്രിയിലൊക്കെ എല്ലാത്തിനും ഡയഗ്നോസ് ഉണ്ടാകുന്ന നമുക്ക് കടുംപിടുത്തം പിടിക്കാനൊന്നും പറ്റില്ല. ഞാൻ പറഞ്ഞു, ഇന്ന കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. വെച്ചാൽ ഒരു വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ട്. അപ്പൊ ആ ഒരു ചൈൽഡ്ഹുഡിന്റെ കുറെ ട്രോമാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നേ കുറെ മാലഡാപ്റ്റീവ് ബിഹേവിയർ പാറ്റേൺസ് ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഉള്ളൊരു തുടർച്ചയെന്നുള്ള രീതിയിലാണ് ഇപ്പൊ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മളത് കാണുന്നത്. തുടക്കം മുതലേ പ്രശ്നമുണ്ട്. അത് വേറൊരു ഓരോ പ്രായങ്ങൾ വരുമ്പോൾ അതിന്റെ വളരെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്പ്രഷൻസിലേക്ക് മാറുന്നു. അപ്പൊ ഇന്ന കാര്യങ്ങളാണ് നമ്മുടെ നിഗമനത്തിൽ കാണുന്നത് എന്നുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇമോഷണൽ ഒബ്സസീവ് ട്രേറ്റ്സ് ഉണ്ട്, ഒബ്സസീവ് കമ്പൽസീവ് ട്രേറ്റ്സ് ഉണ്ട്, ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റി ഉണ്ട്, ഇമ്പൾസിവിറ്റി ഉണ്ട്, ചില ബോർഡർ ലൈൻ ട്രേറ്റ്സും എല്ലാം കൂടെ കാണുന്നത്. പക്ഷെ ഇതെല്ലാം കൂടെ നമുക്ക് ഒത്തുവെച്ചിട്ടൊരു ഡയഗ്നോസിലേക്ക് നമ്മൾ പോകാനായിട്ട് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയുള്ള വളരെയധികം കേസുകൾ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ വളരെ ഒരു ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷൻസിന്റെ ജോബ് എന്ന് പറഞ്ഞാൽ വളരെ ചലഞ്ചിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ നേരത്തെ ഉള്ള നമ്മുടെ ഉള്ള അറിവുകളും മറ്റുള്ള കാര്യങ്ങളും മാത്രം പോരാ, വളരെ പുതിയ ജനറേഷൻ്റെതായിട്ടുള്ള അവരുടെ പുതിയ മാറ്റങ്ങളെ കുറിച്ചും പുതിയ രീതികളെ കുറിച്ചും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇവരുടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇന്റർവെൻഷൻ ലെവലിലാണെങ്കിലും വളരെ പ്രധാനമായിട്ടുള്ള കാര്യം, ഇവരെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ പലപ്പോഴും ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരുമായിട്ട് ഒരു തെറാപ്യൂട്ടിക് അലയൻസ് ഉണ്ടാക്കാൻ തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഉള്ള ഒരു ഇന്റർവ്യൂ ടെക്നിക്സ് കൊണ്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിന്റെ ഒരു പ്രധാനമായിട്ട് കാര്യം, ചിലരുമായിട്ട് നമുക്ക് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനേ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ ഒരു കുട്ടി ഇതേപോലെ തന്നെ ഒരു ജേർണലിസ്റ്റ് ആണ്. അവര് ഇതേപോലെ തന്നെ ഒരു മറ്റൊരു യുവാവുമായിട്ട് അവര് സഹജീവനം നടത്തുന്നു. അപ്പോൾ 2 മതക്കാരാണ്. അപ്പൊ അങ്ങനെ വരുമ്പം അവര് വീട്ടുകാരൊന്നും സമ്മതിക്കില്ല, അവര് ഇവിടെ താമസിക്കുകയാണ്. ഈ കുട്ടി റിപ്പീറ്റഡ് ആയിട്ട് സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോൾ അവസാനം ആ പയ്യനാണ് എൻ്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരുന്നത്. അപ്പൊ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവര് കൺസൾട്ടേഷൻ റൂമിൽ ഇങ്ങനെ പയ്യന്റെ മാരടത്തിൽ തല ചായ്ച്ച് അവനുമായിട്ട് ആയിട്ടാണ് കിടന്നിട്ട് അവള് കൺസൾട്ടേഷൻ റൂമിലേക്ക് വരുന്നപ്പോഴും ഇവനെയും കയ്യിൽ പിടിച്ച് അവിടെ താങ്ങി വന്ന് അവന്റെ ചുമലിൽ ചാരി ഇരുന്നിട്ട് അവൾക്ക് ഹിസ്റ്ററി പറയാനാണ് അവൾക്ക് ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞു, നമുക്ക് ഇൻഡിവിജ്വലായിട്ട് ഇന്റർവ്യൂ ചെയ്യണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞാൻ അവരുടേതായിട്ടുള്ള സോഷ്യോ ഡെമോഗ്രാഫിക് കാര്യങ്ങൾ ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം പെട്ടെന്ന് ആ കുട്ടി എന്നോട് ചോദിച്ചു, ഇതൊക്കെ എന്തിനാ ചെയ്യുന്നത്? ഞാനൊരു സ്വതന്ത്ര പൂർണ്ണതയുള്ള ഒരു ഇൻഡിവിജ്വലാണ്. എന്നെ ഇല്ല സ്വയംഭൂവാണെന്ന് പറഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അച്ഛൻ്റെ അമ്മയുടെ കാര്യമൊക്കെ എന്തിനാണ് ചോദിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചു. വളരെ റെബല്യസ് ആയിട്ടുള്ള ഒരു കാര്യം. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ഒരു പ്രോട്ടോകോൾ ഹിസ്റ്ററി ടേക്കിങ്ങിന്റെ ഭാഗമാണ്. നമ്മളെങ്ങനെ നമുക്ക് എവിടെ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നു, ഏതാണ് കുടുംബ സാഹചര്യം, ഇതിനെക്കുറിച്ച് ഒരാളിനെ കുറിച്ച് ഒരു ടോട്ടാലിറ്റി ഓഫ് പിക്ചർ വന്ന് കിട്ടണമെങ്കിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു പ്രോട്ടോകോളിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടി ഭയങ്കരമായിട്ട് ബഹളം വെച്ച് പുറത്തേക്ക് പോയി. അവസാനം ഞാൻ ആ പയ്യനെ വിളിച്ചു, ഒരു കാര്യം മാത്രം പറഞ്ഞു, എൻ്റെ മോനെ, ഇതിനെ ഞാൻ കഴിയുന്നത്ര എളുപ്പം ഇതിനെ എവിടെയെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെടാം, അല്ലെങ്കിൽ പിന്നെ ഇവള് നിന്റെ പേരെഴുതിയിട്ട് സൂയിസൈഡ് ചെയ്യാൻ നിന്റെ കാര്യം കട്ട പോകുകയാണെന്ന് നല്ല പച്ച മലയാളത്തിൽ പറഞ്ഞു കൊടുത്തു. അത്രേ എനിക്ക് ഇന്റർവെൻഷൻ
അതിലല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ? ഇങ്ങനെയുള്ള കാര്യം ഞാൻ ആ കുട്ടിയോട് ഒന്നും ചോദിച്ചില്ല. ഞാൻ അച്ഛന് ആരാ, അമ്മ ആരാ, അതിന്റെ എവിടുന്ന് വരുന്നു, ഇതൊക്കെ നമ്മൾ സാധാരണ ചോദിക്കുന്നതല്ലേ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു, ഇതൊക്കെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾ എന്തിന് ഇൻക്ലൂഡ് ചെയ്യുന്നു? ഏഹ് നിങ്ങൾ ഞാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ആ കുട്ടി എന്നോട് പറഞ്ഞത്, ആ പയ്യൻ എന്നോട് പറഞ്ഞത്, നേരത്തെ വന്നിട്ടുള്ള സൈക്യാട്രിസ്റ്റിന്റെ അവിടുത്തെ ഇതേ സീൻ ഉണ്ടായി, അതേപോലെ ബഹളം ഉണ്ടാക്കി അവൾ പുറത്തേക്ക് വന്നു, എന്താ ചെയ്യും? ഞാൻ പറഞ്ഞു, മോനെ ഇതിനെ എന്റെ പേരൻസിന്റെ എവിടാന്ന് വെച്ചാൽ അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊടുത്ത് ഏൽപ്പിച്ചിട്ട് നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിന്റെ കാര്യം കഷ്ടമായി പോകും എന്ന് മാത്രമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ കേസ് ക്ലോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ പ്രസന്റേഷൻസ് വളരെയധികം കാണുന്നു. അപ്പം അതുപോലെ ഇപ്പോൾ വരുന്ന കേസുകളുടെ എല്ലാം വളരെ വലിയ, നമ്മളിത് ആദ്യമേ സൂചിപ്പിച്ചു, ഇന്ന് നമ്മൾ കേസുകളുടെ എല്ലാം ഒരു വലിയ കോമൺ ഫാക്ടറാണ് ഡിസ്റ്റർബ്ഡ് ഫാമിലി. വളരെ അസ്വസ്ഥമായിട്ടുള്ള ഫാമിലി റിലേഷൻസ് ആണ് പലപ്പോഴും ഇതേപോലെയുള്ള ഈ ഏതായാലും നമ്മുടെ, അത് ആൽക്കഹോളിന്റെ പ്രശ്നമാണെങ്കിലും കഞ്ചാവിന്റെ പ്രശ്നമാണെങ്കിലും കുട്ടികളിൽ ഉണ്ടാകുന്ന അക്രമ പ്രവണതയുടെ, കോണ്ടാക്ട് ഡിസോർഡറിന്റെ ആണെങ്കിലും ഏതിന്റെ പ്രശ്നം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇതിനകത്ത് ശക്തമായിട്ടുള്ള ഒരു ഫെമിലിയൽ ഡിസ്ഫങ്ഷൻ്റെതായിട്ടുള്ള അണ്ടർപിന്നിങ്സ് വളരെ വലിയ രീതിയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഈ ഫാമിലി ഇഷ്യൂസ് ബഹളം ഉണ്ടാക്കി വരുന്ന ദമ്പതികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ദയവ് ചെയ്ത്, നിങ്ങൾ തമ്മിൽ അടിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. നിങ്ങൾ വിവാഹം കഴിച്ചു, അത് കഴിഞ്ഞ് ഇത്രയായി, ഇനി നിങ്ങൾ കുട്ടികളെ ഫോക്കസ് ചെയ്യും, അവർക്ക് വളരാൻ തക്കവണ്ണമുള്ള ഒരു വൈകാരിക അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുകയാണ് മാതാപിതാക്കളുടെ ചുമതല. പക്ഷെ പലപ്പോഴും ഇത് പ്രായോഗികമായിട്ട് നമുക്ക് സംഭവിക്കുന്നില്ല. അപ്പൊ ഈ കുട്ടികളുടെ പ്രശ്നം നമ്മൾ പറയുമ്പോൾ ഇത് ഒത്തിരി വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു വൈകാരികമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടാകുന്നില്ല, ഒരു സാമൂഹ്യമായിട്ടുള്ള വികസനം ഉണ്ടാകുന്നില്ല, സമഗ്രമായിട്ടുള്ള ഒരു വികസനത്തിന് വേണ്ടി പ്രാപ്തമാക്കുന്ന ഒരു സാമൂഹ്യ സാംസ്കാരിക സാഹചര്യമല്ല നമ്മുടെ ഇതിലുള്ളത്. ഈ മൊബൈലും ഇന്റർനെറ്റും ഇതുകൊണ്ട് നമ്മൾ സ്വയം മാറിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ബിഹേവിയർ മാറുന്നു. അത് വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ ഈ ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുന്ന തന്നെ ഒരു പുതിയ കാര്യം ഉണ്ടാകുന്നു. ബന്ധങ്ങളിലുള്ള പ്രശ്നം വളരെയധികം ശക്തമായിട്ട് വരുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, കുട്ടികളെ, പെൺകുട്ടികളിൽ ഉണ്ടാകുന്ന, ഞാൻ പറയുന്നില്ല, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുന്നു. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഇതിനുള്ള പരിഹാരം എന്താണ് എന്നുള്ള കാര്യമാണ്. ആ പരിഹാരത്തിന്റെ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം പുതിയ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ പ്രിവെന്റീവ് സൈക്യാട്രി എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബ്രാഞ്ച് ഇവോൾവ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിവെൻഷൻ, നമ്മൾ ഒരു കുട്ടിയുടെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ മെന്റൽ ഹെൽത്ത് പ്രിവെൻഷൻ തുടങ്ങണം. അതുപോലെ തന്നെ സ്കൂൾ ബേസ്ഡ് ആയിട്ടും ഫാമിലി ബേസ്ഡ് ആയിട്ടും ഒക്കെ നെഗറ്റീവായിട്ടുള്ള ഫാക്ടേഴ്സിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള അതുപോലെ വിദ്യാഭ്യാസ സിസ്റ്റത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, സ്കൂൾ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, ഇതൊക്കെ എങ്ങനെ നമുക്ക് ശാക്തീകരിക്കാം, ഇതൊക്കെ വളരെ വലിയൊരു ഇഷ്യൂ ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന ഈ പുതിയ കാലത്തിൻ്റെതായിട്ടുള്ള ചലഞ്ചുകളെ ഏറ്റെടുക്കാൻ, ഞാൻ പറഞ്ഞില്ല ഇത് വലിയൊരു ബൃഹത്തായിട്ടുള്ള ടോപ്പിക്കാണ്, ഇതിന്റെ ചില ഫ്രാഗ്മെന്റ്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഇത് ഏറ്റെടുക്കാനായിട്ട് വലിയ ഒരു നമ്മൾ തന്നെ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് വളരെ നമ്മുടേതായിട്ടുള്ള ടാർഗറ്റ്സ് ഒന്ന് റീഡിഫൈൻ ചെയ്യേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ്. പണ്ടത്തെ നമ്മുടെ വളരെ യാഥാസ്ഥിതികമായിട്ടുള്ള അല്ലെങ്കിൽ കൺവെൻഷണൽ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള സൈക്യാട്രിക് പ്രാക്ടീസ് കൊണ്ടോ അല്ലെങ്കിൽ സൈക്കോളജി പ്രാക്ടീസ് കൊണ്ടോ ഇന്നത്തെ കാലത്തിന്റെ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ പ്രയാസമാണ്. നമ്മുടേതായിട്ടുള്ള പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ രീതികൾക്കനുസരിച്ചും ഒരു അഡാപ്റ്റേഷൻ നമ്മുടെ ഒരു മെന്റൽ ഹെൽത്തിന്റെ ഒരു ഫീൽഡിൽ വളരെയധികം ആവശ്യമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആർക്ക് ഡിസ്കഷൻസ്, ആർക്കെങ്കിലും ഒക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാകും. അപ്പൊ അതിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ ഉള്ളൊരു സ്പേസ് കൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. ഇത് വളരെ ഒരു ബ്രീഫായിട്ടുള്ള ചില പോയിന്റുകൾ മാത്രമാണ്. ഇതൊരു സമഗ്രമായിട്ടുള്ള സൈക്കോളജിയുടെ ഒരു ഇതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഇപ്പൊ വരുന്നതായിട്ടുള്ള ആ ക്ലിനിക്കൽ ഫീൽഡിൽ വരുന്ന ചില മാറ്റങ്ങൾ മാത്രമാണ് ഞാൻ ഇപ്പൊ ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ സശ്രദ്ധം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്തെങ്കിലും ചോദ്യങ്ങളോ ക്ലാരിഫിക്കേഷൻസോ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഉത്തരം പറയാം. താങ്ക് യു.
ഡോക്ടർ ഷാജി രണ്ട് വാക്കുകളും ചുരുക്കട്ടെ. വളരെ വളരെ റിലവൻ്റ് ആയ ഒരു സബ്ജക്റ്റ് വളരെ ഭംഗിയായിട്ട് അധിക എക്സാമ്പിളോടുകൂടി പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പൊ വരുന്ന ഒരു നല്ല ശതമാനം കേസുകളും നമുക്കുള്ള സ്റ്റാൻഡേർഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ് വെച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ഡയഗ്നോസ് എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ ചിന്തിച്ചു വേണം എന്ത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് ഒരു മൾട്ടിപ്പിൾ ഇഷ്യൂസ് കാരണം 90% പ്രശ്നങ്ങളും തുടങ്ങുന്ന കുടുംബത്തിൽ നിന്നാണ്. അതിൻ്റെ മെയിൻ റീസൺ പൂർ പേരന്റിങ് ആണ്. നമ്മുടെ പേരൻസ് ആർ ഫെയിലിംഗ്, നോട്ട് ചിൽഡ്രൻ ആർ നോട്ട് ഫെയിലിംഗ്, ദ പേരൻസ് ആർ ഫെയിലിംഗ് എന്നുള്ളതാണ് ഒരു സത്യം. കാരണം എന്നും വഴക്കുണ്ടാക്കുന്ന ഭാര്യയും ഭർത്താവും, എന്നും രണ്ട് മുറി കിടന്നുറങ്ങുന്ന ഭാര്യയും ഭർത്താവും, പരസ്പരം സംസാരിക്കാത്ത ഭാര്യയും ഭർത്താവും, ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ സാറ് പറഞ്ഞ പോലെ ഇമോഷണൽ ഹെൽത്ത് ഇല്ലാതെ, ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാതെ, ഇമോഷണൽ ഹെൽത്ത് എന്തെന്ന് അറിയാതെ വളർന്നവരാണ്. അവരുടെ ടൈം പാസും കമ്മ്യൂണിക്കേഷനും മുഴുവനും ഈ പറഞ്ഞ ഫോണിൽ ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ ഫിംഗർ ഇങ്ങനെ ഇട്ട് അടിച്ചടിച്ച് സമയം കളയാൻ മാത്രമേ അറിയാവുള്ളൂ. അവർക്ക് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത്, മറ്റുള്ളവരുമായി എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഒരുപാട് പ്രശ്നങ്ങൾ. വളരെ റിലവൻറ്റ് സബ്ജക്റ്റാണ്. ഇതിന് പരിഹാരം സാറ് പറഞ്ഞ പോലെ സ്കൂളുകളിലേക്കും ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കും പോകുന്ന ഒപ്പം കുടുംബങ്ങളിലേക്കും കൂടെ നമ്മൾ ഇറങ്ങിത്തിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു സോ മച്ച്. ചോദ്യങ്ങൾ ചോദിക്കാൻ ആർക്കും? ഡോക്ടർ, ഗുഡ് ഈവനിങ്. താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ എന്തുകൊണ്ടാ ഹ്യൂമൻ ബീങ്സിന് ഇങ്ങനെ ഈ ചില സെൻട്രിക് ആയിട്ട് തന്നെ ഒരു പ്ലഷർ സെൻട്രിക് ആയിട്ട് അങ്ങനെ പോവാൻ കാരണം? ഏത് ഏജ് ആയാലും അത് അങ്ങനെ അല്ല, ഇത് നമ്മളിപ്പോ പ്ലഷർ സെൻട്രിക് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറയുന്നതിന്റെ ഇപ്പൊ നമ്മളിപ്പം അഡിക്ഷൻ അല്ലെങ്കിൽ പ്ലഷർ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്റെ ന്യൂറോബയോളജി തന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡോപ്പമീൻ അല്ലെങ്കിൽ റിലീസിന് പ്രാപ്തമാകുന്ന എൻ്റെ ന്യൂറോബയോളജി ഇപ്പോൾ കുറച്ചുകൂടി എവിഡന്റ് ആണ്. നമ്മുടെ വെൻട്രൽ ഈ ഹൈപ്പോതലാമസിൽ നിന്ന് നമ്മുടെ ഫ്രോണ്ടൽ ലോബിലേക്കും ലിംബിക് സിസ്റ്റത്തിലേക്കും ഒരു റിവാർഡ് സർക്യൂട്ട് ഉണ്ട്. ആ റിവാർഡ് സർക്യൂട്ടിന്റെ ആക്ടിവേഷൻ ഉണ്ടാക്കുന്ന പ്രക്രിയകൾ നമ്മൾ വീണ്ടും ആവർത്തിക്കാൻ ഉള്ള ഒരു പ്രവണതയുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം വെച്ചാൽ നമ്മളൊരു ഒരു സിറ്റിയിൽ പോയി ഒരു നല്ല സ്വാദുള്ള ഒരു ഭക്ഷണം, നല്ല സ്വാദുള്ള ഭക്ഷണം ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രാവശ്യം അവിടെ തന്നെ കയറുള്ളൂ. അപ്പൊ ഇവിടെ നമ്മുടെ ഉള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു സാമൂഹ്യ സാഹചര്യം തന്നെ അങ്ങനെയെല്ലാം ഒരു ഇമ്മീഡിയറ്റ് പ്ലഷർ അല്ലെങ്കിൽ സെൻസേഷൻ ബേസ്ഡ് ആണ്. അത് നമ്മൾ നോക്കിയ പ്രത്യേകിച്ച് നമ്മുടെ കലാസാഹിത്യ രംഗങ്ങളിൽ നമ്മൾ നോക്കിയാൽ മതി. ഇന്ന് നമ്മൾ വരുന്ന പണ്ടുള്ള കലാസൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ച് ചിന്തിച്ച് അത് നമ്മൾ മനനം ചെയ്ത് അർത്ഥം മനസ്സിലാക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോഴങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഉള്ള കാര്യം നമ്മുടെ ഇപ്പൊ നമുക്കറിയാമല്ലോ, റാപ്പ് സോങ്സും പെട്ടെന്നുള്ള ഋതവും സെൻസേഷനും, അതുപോലെ തന്നെ ഇപ്പൊ സീരിയലൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ് പോലും മര്യാദയ്ക്ക് അറിഞ്ഞുകൂടാത്ത ആൾക്കാരൊക്കെ കൊറിയൻ സീരിയലൊക്കെയാണ് കാണുന്നത്. അപ്പൊ എന്താണ് അതിന്റെ പ്രക്രിയ എന്ന് വെച്ചാൽ പെട്ടെന്ന് അവരുടെ ഒരു പ്ലഷറിനെ ഇത് ചെയ്യുക. അതെനിക്കൊന്നൊരു ആധുനിക കാലത്തിന്റെ ഒരു ഗ്ലോബൽ ഒരു കൾച്ചറിന്റെ ഭാഗം തന്നെയാണ്. നമ്മുടെ ഒരു വെസ്റ്റേൺ ഒരു അമേരിക്കനൈസേഷന്റെ ഭാഗമായിട്ടുള്ള ഒരു കൾച്ചർ ഉണ്ട്. സാംസ്കാരിക അധിനിവേശത്തിന്റെ വലിയൊരു എലിമെന്റ് ഇതിനകത്തുണ്ട്. കഴിഞ്ഞാൽ ഈ സെൻസേഷൻ സീക്കിങ്ങും പ്ലഷർ സീക്കിങ്ങും അതുപോലെ തന്നെ കൺസ്യൂമറിസ്റ്റിക്കും ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ഒരു കൾച്ചറിനകത്ത് അങ്ങനെയല്ലേ പറ്റുള്ളൂ. ഇമ്മീഡിയറ്റ് സെൻസേഷൻ ആണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അത് തന്നെയാണ് നമ്മുടെ ബന്ധങ്ങളിലും കാണുന്നത്. നമ്മുടെ പ്ലഷർ പെട്ടെന്നുണ്ടാകുന്ന ആ ഒരു പ്ലഷർ സീക്കിങ്ങിന്റെ ഭാഗമായിട്ടാണ് റിലേഷൻഷിപ്പും. ആ പ്ലഷർ പോകുമ്പോൾ ഉടനെ തന്നെ അത് ഡിസ്കാർഡ് ചെയ്യാനുള്ള പ്രവണതയും ഉണ്ടാകും. അപ്പൊ അതാണ്
എനിക്ക് തോന്നുന്നു അത് ഈ നമ്മുടെ അതൊരു ടോട്ടാലിറ്റിയിൽ ഉണ്ടാകുന്നത് വെച്ചാൽ സാമൂഹ്യ സാംസ്കാരിക സാഹചര്യങ്ങളുടെ മാറ്റവും വളരെയധികം സ്വാധീനിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആശ. സാർ ഓൺലൈൻ കൗൺസിലിംഗ് എടുക്കുന്നുണ്ടോ? ഒരാൾക്കൊരു ഹെൽപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ കുറച്ച് സമയപരിമിതി ഉണ്ട്, എങ്കിലും കുറച്ച് ആൾക്കാർ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര്. സാറിന്റെ കോണ്ടാക്ട് നമ്പർ കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? അപ്പൊ എനിക്ക് തോന്നുന്നു അതിനകത്ത് എന്റെ 94954 സാർ മെസ്സേജസ് 1 സെക്കൻഡ് സാർ, 1 സെക്കൻഡ്. ഞാനൊന്ന് പേന എന്തെങ്കിലും ഒന്ന് എടുത്തോട്ടെ. സാർ പറയൂ. 94954 70550 94954 ഓക്കെ സാർ, ഞാനപ്പോ സാറിന്റെ കൺവീനിയന്റ് ടൈമിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. ഒരു ഫാമിലി ഇഷ്യൂ, ഡിവോഴ്സ് കേസ് പോലത്തെയാണ് കേസാണ്. ആദ്യം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ആളിന് ഇപ്പൊ ഭയങ്കര റിഗ്രറ്റ്, മറ്റേ ആള് ഡിവോഴ്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ഈ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞ കാര്യത്തെ ഓർത്തിട്ടുള്ള റിഗ്രറ്റ് ആണ്, ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള റിഗ്രറ്റ് ആണ്. ആളിപ്പോ സ്ഥലത്തില്ല, ഞാൻ എന്റെ നാട്ടിലാണ്, ചെന്നൈയിൽ PhD ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ കൗൺസിലിംഗ് എന്നുള്ള കാര്യം ചോദിച്ചത്. ഇതുപോലുള്ള കുറെ കേസുകള്. ഡിവോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിഗ്മറ്റൈസിങ് കാര്യമായിരുന്നു. ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റിഗ്മ, ഇപ്പൊ അതിന് ഡിവോഴ്സ് കേസുകൾ വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം ഈ ജെൻഡറിന്റെ അകത്തൊരു വ്യത്യാസം. പണ്ട് സ്ത്രീകള്, ഇപ്പൊ കൂടുതൽ ഡിവോഴ്സ് കേസുകളും വേണമെന്ന് വളരെ സ്ട്രോങ് ആയിട്ട് വാദിക്കുന്ന സ്ത്രീകളാണെന്നുള്ളതാണ് അടുത്ത കാലത്തുള്ള വലിയ മാറ്റം. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ഇനി നിന്റെ പാടായി, നീ അവിടെ വന്ന് അടങ്ങി ഒതുങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞിട്ടാണ് പേരൻസ് വിടുന്നത്. ഇപ്പോഴങ്ങനെയല്ല. ഈവൻ അത്ര സാമ്പത്തിക സുസ്ഥിരതയില്ലാത്ത ആൾക്കാർ പോലും, സ്ത്രീകൾ പോലും ഞങ്ങൾ ജീവിക്കൂ എന്നുള്ളൊരു കോൺഫിഡൻസോട് കൂടി ബൈ ബൈ പറയുന്നതാണ് നമ്മൾ കാണുന്നത്. അതാണ് ഇത് വളരെ ഒരു ജെൻഡർ ഇക്വേഷൻസ് വളരെയധികം മാറുന്നുണ്ട്. അത് സ്ത്രീകളിൽ കാണുന്ന ഒരു അസാധാരണ ധൈര്യം, അതെനിക്ക് തോന്നുന്നു പുതിയതായിട്ടുള്ള ഒരു അവബോധം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പലപ്പോഴും പല ആൾക്കാർക്കും അത് മനസ്സിലാകുന്നില്ല. ആ മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. അത് ഈ ഡിവോഴ്സ് കേസുകൾ എനിക്ക് അത്ഭുതപ്പെടുത്തുന്ന കാര്യം, സ്ത്രീകളാണ് ഇപ്പം ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ട എന്ന് പറയാൻ ധൈര്യപ്പെടുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പുതിയ കാലത്തിന്റെ ഒരു മാറ്റമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ഹലോ, കേൾക്കാൻ നോട്ട് ഓഡിബിൾ. ഹലോ, കേൾക്കണ്ട്. വേറൊന്ന് ചോട്ടെ. സാറ് പറഞ്ഞല്ലോ ജെൻസി പ്രശ്നങ്ങൾ. പക്ഷേ പറഞ്ഞിട്ടുള്ള കേസ് സ്റ്റഡിയിലൊക്കെ അധികം തന്നെ ജെൻസി അല്ല സാറ് പ്രതിപാദിച്ചത്. ജെൻസി എന്ന് പറയുന്നുള്ള കാര്യം അഡോളസന്റ് പല ഞാൻ തുടക്കത്തിലേ തന്നെ പറഞ്ഞല്ലോ, പുതിയൊരു തലമുറ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ ഡിമാർക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ പറയുന്ന ഡ്രഗിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ അഡോളസന്റ് ഏജ് ഗ്രൂപ്പ് മുതൽ ഒരു 20-24, അതുപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഒക്കെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും ചെറിയ പ്രായത്തിലുള്ള, ഞാനിപ്പോ സോഷ്യോ ഡെമോഗ്രാഫിക് ഇത് പറഞ്ഞിട്ടല്ല, എല്ലാം ഒരു വിത്തിൻ ആ ഒരു റേഞ്ചിൽ വരുന്ന ആൾക്കാർ തന്നെയാണ് ഇതിനകത്ത് കൂടുതലും. ഞാൻ ചോദിക്കുന്നത് എന്താ വെച്ചാൽ, പരമ്പരാഗതമായി നമ്മൾ കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുള്ള ആളുകളാണോ ഇപ്പോഴുള്ളത്? അതോ ആ മാറ്റം വന്നിട്ടുണ്ടോ അവരുടെ പെരുമാറ്റ രീതിക്ക് എന്ന് സാറിന് തോന്നിയോന്നാണ്? പരമ്പരാഗത രീതിയിൽ നിന്ന് വളരെയധികം വ്യത്യാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മളൊക്കെ ഒരു കാര്യം പഴയ ജീവിതത്തിൻ്റെതെന്ന് പറഞ്ഞാൽ ഒരു കളക്റ്റീവായിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരു കുടുംബ ബന്ധങ്ങളും വളരെ ക്ലോസ് ഫിറ്റ് ആയിട്ടുള്ള ഫാമിലി റിലേഷൻഷിപ്സും അതുപോലെ തന്നെ നമ്മളെ അടുത്തുള്ള ബന്ധുക്കള് അതുപോലെയുള്ള ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റീസ് ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കൂടുതൽ ഓരോ കുടുംബങ്ങളും ഒരു ന്യൂക്ലിയറൈസേഷൻ വന്നതോടെ അച്ഛനമ്മ കുട്ടികൾ, ആ കുടുംബത്തിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവിടെ തന്നെ കിടന്ന് വട്ടം കറങ്ങുകയാണ്. അല്ലാതെ അത് ഷെയർ ചെയ്യാനായിട്ടുള്ള ഒരു വെന്യൂസോ അല്ലെങ്കിൽ പ്രഷർ കുക്കർ പോലെ അതിനകത്ത് ടെൻഷൻസ് ഉണ്ടാകുമ്പോൾ അതിനകത്ത് തന്നെ മൗണ്ട് അപ്പ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ്. ഇതൊക്കെ വളരെയധികം
സ്വാധീനിക്കുകയില്ലേ. പിന്നെ പരമ്പരാഗതമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ വെസ്റ്റേൺ സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവര് അതിനകത്തുനിന്ന് ഒരു വ്യത്യാസം എനിക്ക് തോന്നിയത്, പലപ്പോഴും അവര് പറയുന്ന പുതിയ ജനറേഷൻ വർണ്ണ അല്ല വംശ ഇതിനകത്തൊക്കെ പുറത്തേക്ക് കുറച്ചുകൂടെ ചിന്തിക്കാനായിട്ടുള്ള പ്രാപ്തമാണ് പുതിയ തലമുറ, അതിൽ പോസിറ്റീവായിട്ടുള്ള. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ കാണുന്ന ഒരു കാഴ്ച അത് എനിക്ക് തോന്നുന്നു അത് മുതിർന്ന തലമുറയെ തന്നെയാണ് ബ്ലെയിം ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഒരു ഇതേപോലെയുള്ള ജാതി മത വർഗ സാമുദായികമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ സങ്കുചിതമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പുതിയ തലമുറ കൊണ്ടുപോകുന്ന ഒരു വിഭാഗമെങ്കിലും ഉണ്ടാകുന്ന ഒരു നമ്മുടെ ഇവിടെ ഉണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ ഉള്ള കാര്യം, നമ്മുടെ ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു ഫ്യൂഡൽ സിസ്റ്റത്തിൽ നിന്ന് പലപ്പോഴും പൂർണ്ണമായിട്ട് ഇവോൾവ് ചെയ്യാത്ത കാര്യമാണ്. പലപ്പോഴും പേരൻസ് പലപ്പോഴും കൈയാളുന്നത് കുറേ യാഥാസ്ഥിതിക മൂല്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഒരു സ്വാധീനം നമ്മുടെ കുട്ടികളിലും ഉണ്ട്. എങ്കിലും അവർ പുതിയതായിട്ടുള്ള ലിബറലായിട്ടുള്ള ആശയങ്ങളിലേക്ക് അവർ എത്തിച്ചേർന്നിട്ടുമില്ല. പഴയ കാര്യങ്ങൾ കുറെ അവരുടെ ഉള്ളിലുണ്ട് താനും. എങ്കിലും അവർ വ്യത്യസ്തരാണെന്ന് തന്നെ പറയേണ്ടി വരും, അവരുടെ ബിഹേവിയർ, അവരുടെ കാഴ്ചപ്പാടും. ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പം നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ബസ്സിൽ പോകുമ്പം നമ്മൾ ചിലപ്പം പുറത്തെ കാഴ്ചകൾ നോക്കി, ഇപ്പൊ നമ്മള് കൊച്ചിയിൽ മെട്രോയിൽ നിന്ന് കയറി നോക്കി എല്ലാ ആൾക്കാരും തല താഴ്ത്തി ഈ മൊബൈലിലേക്കല്ലേ നോക്കുന്നത്, അടുത്തിരിക്കുന്ന മനുഷ്യരെ നോക്കുന്നുണ്ടോ? വളരെ വളരെ വ്യത്യസ്തമല്ലേ ഇപ്പോൾ ഉള്ളൊരു കാര്യം. അതേപോലെ തന്നെ ഇപ്പോഴത്തെ കുട്ടികൾ തൊട്ടടുത്തുള്ള വീട്ടില് ആരാണ് താമസിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പേർക്കറിയാം ആരാണ് തൊട്ടടുത്ത്. ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ഒരിക്കൽ നഴ്സിംഗ് സ്റ്റുഡന്റ് വന്നു. അവരുടെ എനിക്ക് ആ കുട്ടിയോട് എനിക്ക് അവിടെ വളരെ അറിയപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട്. ഞാൻ ആ കുട്ടിയോട് അതിന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള കുറെ ആൾക്കാരുടെ ചോദിച്ചു. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒറ്റ മനുഷ്യരെ ആ കുട്ടിക്ക് അറിയില്ല. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്നുമില്ല, സ്കൂളിൽ പോകുന്നു, വരുന്നു, വീട്ടിൽ കയറുന്നു, വീട്ടുകാരുമായിട്ട് സംസാരിക്കുന്നു, അതിന് പുറകെ നാട്ടുകാരുമായിട്ട് സംസാരിക്കുന്ന ഒരു ആവശ്യമില്ല. അത് പഴയ ജനറേഷനിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. ഇപ്പൊ നമ്മളുള്ള കാര്യം വെച്ചാൽ നമുക്ക് പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ആ ലൊക്കാലിറ്റിയിലുള്ള എല്ലാ ആൾക്കാരെയും അറിയാം. പിന്നെ വേറെ കാര്യമുണ്ട്, ഒരു സ്കൂളിൽ ഇപ്പൊ ഞങ്ങളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും അടുത്തടുത്തുള്ള വീട്ടിലുള്ള സ്കൂളുകളെല്ലാം ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്, ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് വരുന്നു. ആ ഒരു കാഴ്ചപ്പാടൊക്കെ എന്നേ നഷ്ടപ്പെട്ടു. ഒന്നുകൂടി ചോദിച്ചോട്ടെ സാറേ, ഒരു കാര്യം കൂടി ചോദിച്ചു. നമ്മൾ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ഇതിന് കുറേ മാറ്റം വരൂലേ? ഭക്തിമാർഗത്തിൽ പോവുകയാണെങ്കിൽ കുറച്ചും കൂടി വ്യത്യാസം വരൂലേ? സാറിന് എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞുതരുമോ? ഈ ഭക്തി എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മൂല്യാധിഷ്ഠിത ഭക്തി എന്ന് പറഞ്ഞാൽ പല ആൾക്കാരെ കുറിച്ച് സ്വാർത്ഥത എന്താണ്, ഈ സ്നേഹം ഭക്തി എന്നൊക്കെ പറഞ്ഞ ഈ സ്വന്തം സ്വാർത്ഥതയാണ് ഭക്തിയെങ്കിൽ അതൊരു ഭക്തി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ സ്പിരിച്വൽ എന്ന് പറയുന്നത് വളരെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വാക്കാണ്. ചില ആൾക്കാര് ഈ സൈക്കോളജിയുടെ പെർസ്പെക്റ്റീവിൽ ഏറ്റവും ഞാൻ വാലിഡ് ആയിട്ട് കാണുന്ന ഒരു വാല്യൂ നമ്മുടെ അത് എനിക്ക് ആൽബർട്ട് വെർണൻ ആൻഡ് ലിൻസയുടെ ഒരു വാല്യൂ ഒരു സ്കെയിലുണ്ട്, വാല്യൂ ഇൻവെന്ററി ഉണ്ട്. ആ വാല്യൂല് മനുഷ്യന്റെ വാല്യൂ സിസ്റ്റത്തെ 6ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ഒന്ന് തിയറിറ്റിക്കൽ, എക്കണോമിക്, ഈസ്തറ്റിക്, സോഷ്യൽ, പൊളിറ്റിക്കൽ, റിലീജിയസ്. ഈ 6 വാല്യൂ സിസ്റ്റംസ് ആണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പം അവിടെ ഉള്ള കാര്യം വെച്ചാൽ നമുക്ക് സൈദ്ധാന്തികമായിട്ടുള്ള വാല്യൂ, അതേപോലെ അതിനാണ് തിയറിറ്റിക്കൽ വാല്യൂ സിസ്റ്റം. എക്കണോമിക് എന്ന് പറഞ്ഞാൽ ധാർമ്മികതയുള്ള എക്കണോമിക്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇപ്പൊ നമ്മൾ ഈ ലോകയുദ്ധം നടക്കുന്നത് എന്തിനാ? അടിസ്ഥാനപരമായിട്ട് കാര്യം അത് സമ്പത്തും അധികാരമാണ്. ആ വാല്യൂ സിസ്റ്റത്തിന്റെ തകർച്ചയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ ഈസ്തറ്റിക് വാല്യൂ, അവിടെയാണ് കലാസാഹിത്യങ്ങളുടെ കാര്യം. അതുപോലെ സോഷ്യൽ വാല്യൂ, പൊളിറ്റിക്കൽ വാല്യൂ, റിലീജിയസ് വാല്യൂ. ഇങ്ങനെ ഒരു സമഗ്രമായിട്ടൊരു വാല്യൂ സിസ്റ്റമാണ് നമ്മൾ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത് നമ്മൾ ഏതെങ്കിലും പള്ളിയിലോ അമ്പലത്തിലോ പോയി ഒരു നാമജപം നടത്തിക്കൊണ്ടിരുന്നതുകൊണ്ട് നമ്മൾ ആ വ്യക്തിയുടെ ഒരു ആത്മീയമായ ഉന്നതി എന്ന് നമുക്ക് പറഞ്ഞില്ല. അത് അവരുടെ ഒരു സ്വകാര്യം, ഒരു പ്രവൃത്തി. മനസ്സിലായില്ല എന്ന് വെച്ചാൽ അവർ അധോമുഖനായി ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കാര്യമുണ്ട്, ഒരു പദ്യമുണ്ട്. എന്ന് വെച്ചാൽ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം, ഒരുവന് നല്ലതും അന്യലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയാർ ഓർത്തിരേണം. ഇപ്പം കൃപണൻ അധോമുഖനായി കിടന്ന് ചെയ്യുന്ന അവജയ കർമ്മം അവനു വേണ്ടി മാത്രം. അപ്പൊ ആത്മീയത എന്ന് പറയുന്നത് വളരെ ഒരു മനുഷ്യനെ ഒരു വളരെ ഇതായിട്ട് അതീത തലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രാൻസെൻഡൻസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ ഭക്തി എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെ റിച്വലിസ്റ്റിക് ആയിട്ട് ഒരു കൊട്ടിപ്പാടി ഇരിക്കുമ്പം അത് അവരുടെ ഒരു സന്തോഷം, ഒരു കഥാസിസ് ഉണ്ടാകുമെന്നല്ലാതെ അവർ വ്യക്തി എന്നുള്ള രീതിയിൽ അവർ ഉയരുന്നില്ല. അത് അവരെ നല്ലൊരു മനുഷ്യനായിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയും. അതാണ് വാല്യൂ എന്ന് പറയുന്നത്. അത് വിദ്യാഭ്യാസത്തിനും ബാധകമുണ്ട്. ഇപ്പം ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത് വിദ്യാഭ്യാസം സ്വഭാവ സംസ്കരണം ഇല്ലാത്ത വിദ്യാഭ്യാസം അർത്ഥശൂന്യമാണ്. അതേപോലെ തന്നെയാണ് മതത്തിനായാലും ആത്മീയതയ്ക്കായാലും ആ വ്യക്തിയെ സംസ്കരിച്ച് റിഫൈൻഡ് ആക്കാൻ പറ്റണം. അവനെ ഉന്നതമായിട്ടുള്ള ഒരു ഉത്കർഷത്തിലേക്ക് നയിക്കാൻ പറ്റണം. അല്ലാതെ ഇതിനെ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നതുകൊണ്ട് ഒരർത്ഥവും ഇല്ല. അതാണ് വാല്യൂ സിസ്റ്റം എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ഒരു ഉൾക്കാമ്പുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനാക്കി എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അതിൽ സാറ് പറയുന്ന പോലെ രക്ഷിതാക്കൾക്കായിരിക്കും കൂടുതൽ. സാർ ഇപ്പോൾ പറഞ്ഞ വശത്തേക്ക് ആളുകൾ എത്തണമെങ്കിൽ ചെറുപ്പത്തിലേ ശ്രമിക്കേണ്ടി വരും. അതിന് രക്ഷിതാക്കൾക്ക് തന്നെയാണ് മുഖ്യമായ പങ്ക് എന്ന് തന്നെയല്ലേ നമുക്ക് ആത്യന്തികമായി മനസ്സിലാക്കാൻ പറ്റുന്നത്. രക്ഷിതാക്കൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന ഒരു പേരൻസ്, ടീച്ചേഴ്സ് ആൻഡ് അസോസിയേറ്റ്സ്. ഒരു വ്യക്തിയുടെ സ്വാധീനങ്ങളിൽ ഏറ്റവും വലുതെന്ന് പറഞ്ഞാൽ അവന്റെ മാതാപിതാക്കൾ, അതുപോലെ തന്നെ ഗുരുക്കന്മാർ, സ്കൂൾ സിസ്റ്റം, അതേപോലെ തന്നെ അവന്റെ കൊളീഗ്സ് അല്ലെങ്കിൽ അവന്റെ സഹപാഠികളും കൂട്ടുകാരും. ഈ 3 ഘടകങ്ങളാണ് ഏറ്റവും വലിയ സ്വാധീനം. അപ്പൊ ഇതിനകത്തുള്ള ഒരു കാര്യം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ, അതുപോലെ തന്നെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടൊരു നല്ലൊരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ്, ജീവിത നിപുണതകൾ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു നല്ല ചങ്ങാതിമാരുമായിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഇതായിട്ടുള്ള ഒരു പാരസ്പര്യം, ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു നല്ലൊരു ഒരു സിറ്റുവേഷൻ ദാറ്റ് ഈസ് കൺഡ്യൂസീവ് ഫോർ എ പ്രോപ്പർ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വളരെയധികം പ്രശ്നങ്ങൾ മനസ്സിൽ തോന്നിയത് സാറ് വളരെ വരുത്തി തന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. ഡിറ്റോ. Thank you, sir. Samayam പോയത് അറിഞ്ഞേയില്ല. And the cases were very interesting. Your thoughts have certainly broadened our understanding and given us much to reflect upon. As we come to the conclusion of this meaningful session, I now invite Sri Paul Padayati sir, Treasurer, PGTA Ernakulam and Program Coordinator, to propose the vote of thanks. Over to you, sir. ഗുഡ് ഈവനിങ് ഓൾ. ഷാജി സാറേ, അങ്ങേറ്റം നന്ദി പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇത് പ്രധാനപ്പെട്ടത് സാറ് പറഞ്ഞ ഒരു സംഭവമാണ്. സൈബർ സ്പേസിൽ എല്ലാം ഇമാജിനറി സംഭവങ്ങളാണ്. ആ സ്പേസിൽ എല്ലാത്തിനും വ്യത്യസ്തമായ മാനങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇത് തന്നെയാണ് ഇന്നത്തെ ജനറേഷന് സംഭവിച്ചിട്ടുള്ള മൂല്യച്യുതിയും. അതിനെയാണ് സാറ് ഹൈലൈറ്റ് ചെയ്തു തന്നത്. അത് എല്ലാവരെയും പുതിയ തലമുറ എന്ന് ആണ് യഥാർത്ഥത്തിൽ വിവക്ഷിക്കേണ്ടത്. അതിൻ്റെ ഒരു അങ്ങേറ്റത്തുള്ളവരാണ് ഏറ്റവും പുതിയ ജനറേഷൻ എന്ന് മാത്രം കരുതിയാൽ മതി. അപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങൾ ഈ സൈബർ സ്പേസിൻ്റെ സ്പീഡും സൈബർ സ്പേസിൻ്റെ ഒരു കാൽപ്പനികതയുമാണ് എന്നുള്ളത് സാറ് വളരെ വ്യക്തമായിട്ട് ഇതിൽ അവതരിപ്പിച്ചു തന്നു. നന്ദി. ഇന്നത്തെ ഈ സായാഹ്നം വളരെ അനുഗ്രഹപൂർണമാക്കിയതിന് PCTA പേരിൽ ഡോക്ടർ ഷാജിക്ക് ഏറ്റവും നന്ദി ഞങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്ന് ഇന്നിന് ഇവിടെ സന്നിഹിതരായിരുന്ന എല്ലാവർക്കും PCTA പേരിൽ ഒറ്റ വാക്കിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഇത് അവസാനിച്ചതായിട്ട് പറയാണ്. ലിഡോ എന്താ പറയാൻ? കൺക്ലൂഡ് ചെയ്തു. Thank you, sir. As we conclude tonight's session, let us remember, understanding Gen Z is not about correcting them, but about connecting with them. When we listen with empathy, generations don't clash, they collaborate. On behalf of PCTA Ernakulam District, I extend heartfelt gratitude to our respected speaker, dignitaries, and each participant who joined us today. Let us continue learning, reflecting, and growing together. Wish you all a pleasant evening. Nandi, Shivaratri. Thank you.